ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമുക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. റിയലി സോറി ഫോർ ദാറ്റ്. ഐ ആം നോട്ട് വെരി വെൽ ദീസ് ഡേയ്സ്, സോ ദാറ്റ്സ് വൈ ഐ ഡിഡ്ന്റ് ടേക്ക് ദ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ഡെയിലി ന്യൂസ് അനാലിസിസ് ഉണ്ടാവുമോ. അപ്പോൾ ഇനി തുടങ്ങി നമുക്ക് എല്ലാ ദിവസവും ഡെയിലി ന്യൂസ് അനാലിസിസ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. നമ്മളുടെ സ്ലൈഡുകളുടെ PPT പ്രസന്റേഷന്റെ സ്ലൈഡുകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാത്തവർ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ PDF സ്ലൈഡുകൾ PDF ഫോമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മളുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് പോകാം. ഒന്നാമത്തെ ന്യൂസ് എഡിറ്റോറിയൽ പോളിസി അല്ലെങ്കിൽ എഡിറ്റോറിയൽ വ്യൂസിൽ നിന്നും ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. സ്മോക്ക് ആൻഡ് സൾഫർ. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു എൻവിറോൺമെന്റ് ആൻഡ് എക്കോളജി പാർട്ട്. അതായത് ഇന്ത്യയിലെ നമ്മളുടെ കോൾ ഫയേർഡ് പ്ലാന്റ്, അതായത് കോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ ഒരു റെഗുലേഷൻ ഉണ്ടായിരുന്നു. എന്താണ് റെഗുലേഷൻ? ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ എന്ന് പറഞ്ഞൊരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു സിസ്റ്റം അവര് ഇംപ്ലിമെന്റ് ചെയ്യണം. എന്തിനാണ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്? അതായത് ഈ കോള് വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൾ ഗ്യാസ് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ അതിൽ നിന്ന് ഉയരുന്ന പുകയില്, അവരിൽ നിന്ന് ഉയരുന്ന എമിഷൻ എയറില്, പുകയില് എന്തുണ്ടാവും? സ്മോക്കിൽ എന്തുണ്ടാവും? സൾഫറിന്റെ സാന്നിധ്യം ഉണ്ടാവും. ആ സൾഫറിന്റെ സാന്നിധ്യം കുറയ്ക്കാനായിട്ടുള്ള ഒരു മെക്കാനിസമാണ് അല്ലെങ്കിൽ സിസ്റ്റമാണ് ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ. ഡീസൾഫർ ചെയ്യാനായിട്ടുള്ള ഫ്ലൂ ഗ്യാസിന്റെ സിസ്റ്റം അല്ലെങ്കിൽ ഫ്ലൂ ഗ്യാസിനെ ഡീസൾഫറൈസ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം. അപ്പോൾ അതെങ്ങനെ ഇനേബിൾ ചെയ്യാം? അതായത് പുറത്തേക്ക് വരുന്ന പുകക്കുഴലിന്റെ അവിടെയായിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇനാബിൾ ചെയ്യും. അത് ഡിഫറെന്റ് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട്. സോ ഇതുവഴി ഈ സൾഫറിനെ അരിച്ച് വേറെ ഒരു പാർട്ടിക്കിൾ ആക്കി മാറ്റുകയും നല്ല പുക, അതായത് സൾഫർ ഇല്ലാത്ത നല്ല പുക, താരതമ്യേന നല്ല പുക പുറത്തേക്ക് വിടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷന്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ സിസ്റ്റം ഇന്ത്യയിലെ എല്ലാ കോൾ ഫയേർഡ് ആയിട്ടുള്ള എനർജി പ്രൊഡ്യൂസിംഗിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും നിർബന്ധമാക്കിയിരുന്നു. എങ്ങനെയാണ് അത് നിർബന്ധമാക്കിയത്? 3 കാറ്റഗറീസിലായിട്ടായിരുന്നു അത് മുന്നേ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അതായത് സെക്ടർ എ, സെക്ടർ ബി, സെക്ടർ സി, ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ട് സെക്ടർ എയിലുള്ളവർക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇത് നടപ്പാക്കണം, സെക്ടർ ബിയിലുള്ളവർക്ക് ഇത്ര സമയത്തിനുള്ളിൽ നടപ്പാക്കണം, അങ്ങനെ 3ന് വേണ്ടിയിട്ടും തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാലാവധിയൊക്കെ ഒരുപാട് കഴിഞ്ഞു. 2017 ആയിരുന്നു അത് നമ്മൾ പൂർണ്ണമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2030 കൂടിയിട്ട് എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് അഫയേഴ്സ് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. കാരണം ഈ ഒരു തീരുമാനം, അതായത് നമ്മളുടെ ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷനുള്ള മെക്കാനിസം എല്ലാവരും നിർബന്ധമായിട്ട് വെക്കണം എന്നില്ല എന്ന് ആര് പറഞ്ഞു? മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് അഫയേഴ്സ് പറഞ്ഞു. എന്താ കാരണം? ഡിഫറന്റ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് സൾഫർ പൊല്യൂഷൻ? സൾഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? SO2, അതാണ് സൾഫറിന്റെ കെമിക്കൽ നാമം അല്ലെങ്കിൽ അറ്റോമിക് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സൾഫർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? സൾഫർ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? സൾഫർ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടല്ലോ, അതായത് വോൾക്കാനകൾ പൊട്ടുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പുകയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യം സൾഫറാണ്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൾഫർ പൊല്യൂഷൻ ഉണ്ടാകുന്നത് ഈ വോൾക്കാനോ കാരണമാണോ? അല്ല. ലോകത്തിലെ 90% ഓഫ് സൾഫർ ഡയോക്സൈഡും ഉൽപ്പാദിക്കപ്പെടുന്നത് ഫോസിൽ ഫ്യൂവലുകളുടെ ബേണിംഗ് കാരണമാണ്. അതായത് ഫോസിൽ ഫ്യൂവലുകളുടെ യൂസേജ് കൊണ്ടാണ് സൾഫർ പൊല്യൂഷന്റെ 90% ഉണ്ടാകുന്നത്. ബാക്കി ഉണ്ടാകുന്നത് കുറച്ച് ശതമാനം എപ്പോഴുണ്ടാകും? വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകും. മനസ്സിലായോ? ദെൻ മോസ്റ്റ് ഓഫ് ദ ടൈം എപ്പോഴാണ്? ഫോസിൽ ഫ്യൂവൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ദെൻ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന്റെ മേജർ സോഴ്സ് ആയിട്ട് വരുന്നത്. മനസ്സിലായി? ഇതിന് എന്തൊക്കെ ഹെൽത്ത് ഇമ്പാക്ട് ഉണ്ടാവും? റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുണ്ടാവും, മോർട്ടാലിറ്റിയിലേക്ക് ഇടിവ് സംഭവിക്കും. ദെൻ ഇത് പെർട്ടിക്കുലർ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെർട്ടിക്കുലർ, അതായത് നമ്മളുടെ മാറ്ററിനെ പല രീതിയിൽ, അതായത് ക്രിസ്റ്റൽ പാർട്ടിക്കിളിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ
ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഈ പെർട്ടിക്കുലർ മാറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പെർട്ടിക്കുലർ മാറ്റർ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശ്വാസകോശത്തിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന മാറ്റേഴ്സിനെയാണ് പെർട്ടിക്കുലർ മാറ്റർ 2.5 എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ മൂക്കിലൂടെ ശ്വസിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നതിനെയാണ് പെർട്ടിക്കുലർ മാറ്റർ എന്ന് പറയുന്നത്. സോ ഇത് ഒരുപാട് ഹെൽത്ത് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. ഈ സൾഫർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോങ്കൈറ്റിസ് വരാനായിട്ട് സാധ്യതയുണ്ട്, ആസ്മ പോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ഞാൻ പറഞ്ഞു എന്താണ് ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ. പുറത്തേക്ക് വിടുന്ന വായുവിന്റെ മുകളിൽ, അതായത് പുറത്തേക്ക് വിടുന്ന സമയത്ത് ഒരു ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ സിസ്റ്റം അവിടെ ഇനാബിൾ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? 95% സൾഫർ ഡൈ ഓക്സൈഡിനെ മാറ്റിയിട്ട് ആണ് ശുദ്ധമായ എയർ പുറത്തേക്ക് വിടാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ 2017 മുന്നേ നമ്മൾ 4 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, 3 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു കാറ്റഗറി എ, കാറ്റഗറി ബി, കാറ്റഗറി സി, ഇങ്ങനെ 3 ആയിട്ട് നമ്മൾ ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള സമയപരിധികൾ നിശ്ചയിച്ചു. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, അതായത് ഡൽഹിക്ക് ചുറ്റുപാടുമുള്ള ഒരു 10 കിലോമീറ്റർ റേഡിയസിലുള്ളവര് 2024 ഡിസംബർ 31 മുന്നേ എന്ത് ചെയ്യണം? ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിനുശേഷമുള്ളവരോ 2025. ദെൻ സി കാറ്റഗറിയിൽ പെടുന്നവർക്ക് 2026 എന്നാണ് ഇത് തുടങ്ങിയത്. 2017 ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോ കറന്റ് പോളിസി ഒന്ന് റിവൈസ് ചെയ്യാണ്. എന്ത് പറഞ്ഞു? മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നില്ല. ഒന്നാമത്തെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുവിടുന്ന, അതായത് ഇന്ത്യ പുറത്തുവിടുന്ന സൾഫറിന്റെ അളവ്, അല്ലെങ്കിൽ കോളിലുള്ള സൾഫറിന്റെ അളവ് താരതമ്യേന കുറവാണ്. അതായത് ഇന്ത്യൻ കോളിൽ അടങ്ങിയിരിക്കുന്ന സൾഫറുടെ അളവ് താരതമ്യേന കുറവാണ്. ദെൻ ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ ചെയ്യാനായിട്ടുള്ള സിസ്റ്റം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഉപകരണം ഉണ്ടല്ലോ, ആ ഉപകരണത്തിന് ഇന്ത്യയിലെ വെൻഡേഴ്സ് കുറവാണ്. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഉൽപ്പാദിപ്പിക്കാനായിട്ട് എന്താണ്, ഇന്ത്യയിലെ വെൻഡേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാണ്. സോ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കോസ്റ്റ് കൂടും. മനസ്സിലായോ? ദെൻ ഹൈ കോസ്റ്റ് ആണ് വരുന്നത്. സോ ഹൈ കോസ്റ്റ് എവിടെ ഇമ്പാക്ട് ചെയ്യും? ഹൈ കോസ്റ്റ് കസ്റ്റമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പൊ സാധാരണക്കാരനാണ് ഇതിന്റെ ഇമ്പാക്ട് വരുന്നത്. മനസ്സിലായോ? ദെൻ COVID-19 വന്നത് കാരണം 2017 ഞാൻ പറഞ്ഞു, 2017 ഇതിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് കർശനമായിട്ട് പറഞ്ഞെങ്കിലും കോവിഡ് വന്നത് കാരണം എന്ത് സംഭവിച്ചു? അതിന്റെ ഒരു നീക്കുപോക്ക് സംഭവിച്ചില്ല, അത് അവിടെ കെട്ടിക്കിടക്കാനായിട്ട് തുടങ്ങി. സോ കോവിഡ് അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇപ്പോ ഈ ഒരു റിവേഴ്സലിലേക്ക് എത്തിയത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? സൾഫറിന്റെ അളവ് ഇന്ത്യൻ കോളിൽ സൾഫറിന്റെ അളവ് കുറവാണ്. സോ സ്റ്റഡി നടത്തിയപ്പോ, അതായത് നമ്മളുടെ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ഒക്കെ സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോ ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ ഇൻസ്റ്റാൾ ചെയ്ത സ്ഥലത്തും ഇൻസ്റ്റാൾ ചെയ്യാത്ത സ്ഥലത്തും വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? രണ്ടിലും പൊല്യൂഷന്റെ അളവ് താരതമ്യേന ഈക്വൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ നമ്മൾ അതിന് ഉത്തരം എന്താണെന്ന് തേടിപ്പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ലോ സൾഫർ ഇൻ കോൾ എന്നുള്ളത് അടിസ്ഥാനമായിട്ട് വന്നത്. ദെൻ വേറെ എന്തൊക്കെയാണ്? ഹൈ കോസ്റ്റ് ആണ് മറ്റൊരു കാരണം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു പോളിസി റിവേഴ്സിനിലേക്ക് നമ്മളെ നയിച്ച കാരണങ്ങളിൽ പലത്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ സൾഫർ പൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു. സൾഫർ പൊല്യൂഷന്റെ മേജർ ഉത്തരവാദി ആരാണ്? മനുഷ്യനാണ്. ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നത് കൊണ്ട് വാഹനങ്ങൾ ഓടുമ്പോൾ ഉണ്ടാവുന്ന പുകയാണ് ഈ സൾഫർ പൊല്യൂഷൻ, അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സൾഫർ പൊല്യൂഷൻ എന്തിനു കൂടി കാരണമാകുന്നുണ്ട്? ആസിഡ് റെയിനിന് കാരണമാകുന്നുണ്ട്. ഓർത്തു വെക്കുക, എന്തിന് കാരണമാകുന്നു? ആസിഡ് റെയിന് കാരണമാകുന്നു. ആസിഡ് റെയിന് കാരണമാകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് സൾഫർ ഡൈ ഓക്സൈഡും ദെൻ നൈട്രജൻ ഡൈ ഓക്സൈഡും. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ആസിഡ് റെയിന് കാരണമാകുന്നത്. ഓക്കെ, സോ ഇതില് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. എന്താണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്? കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു, എന്നാണ് അവര് എസ്റ്റാബ്ലിഷ്ഡ് ആയത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണോ?
സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർഗനൈസേഷൻ എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു ആക്ടിന്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ. ഓക്കെ, സോ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണെങ്കിൽ ഏത് ആക്ടിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്? പൊല്യൂഷൻ സംബന്ധിച്ച് നമുക്ക് ഏതെങ്കിലും ആക്ട് ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് ആക്ടിന്റെ അണ്ടറിലായിരിക്കും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നത്? എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ആ ആക്ടിന്റെ കീഴിലല്ല സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നത്. ഓക്കെ, പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ആക്ടിലേക്ക് പോകും? എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് പോകും, ഇല്ലേ? പക്ഷേ ആ ആക്ടിന്റെ അണ്ടറിലല്ല നമ്മളുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നത്. ഏത് ആക്ടിന്റെ കീഴിലാണ്? The Central Pollution Control Board is constituted under Water Prevention and Control of Pollution Act, which means വാട്ടർ ആക്ട്. 1974 വാട്ടർ ആക്ടിന്റെ അണ്ടറിലാണ് നമ്മളുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നത്. ഓക്കെ, 1974 വാട്ടർ ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ട് നിയമങ്ങളൊന്നുമില്ല. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് മാത്രമാണ് അതിന് മുൻപേ നമുക്കുള്ളത്. ഓക്കെ, സോ വാട്ടറിനെ പൊല്യൂട്ട് ആവാതിരിക്കാനായിട്ടുള്ളൊരു ക്രൈറ്റീരിയ എന്ന രീതിയിലാണ് വാട്ടർ ആക്ട് വരുന്നത്. അതിലാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഓക്കെ, അപ്പൊ തെറ്റിക്കരുത്. ഏത് ആക്ട് ആണെന്ന് ചോദിച്ചിട്ട് തിരിച്ചും മറിച്ചും ചോദിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിനുശേഷം 1974 ശേഷമാണ് 86 എന്ത് വരുന്നത്? 86 എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോ വാട്ടർ ആക്ടിന്റെ കീഴിലാണെന്ന് തറപ്പിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വേറെ എന്താണ് ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എയർ ക്വാളിറ്റി മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റി മാനേജ് ചെയ്യുക. അതായത് ഒരു പൊല്യൂഷൻ ഉണ്ടാകാണ്ട് നമ്മളുടെ സമൂഹത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്ദേശം. പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുക. എന്തൊക്കെ പൊല്യൂഷൻ? എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യും, വാട്ടർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യും, നോയിസ് പൊല്യൂഷൻ, അങ്ങനെ ഡിഫറെന്റ് സെക്ടേഴ്സിലുള്ള പൊല്യൂഷനെ ഇവർ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇവരതിനെ കൺട്രോളിംഗ് മെക്കാനിസം നടത്തും. എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യും? അതായത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ ഉണ്ടല്ലോ, അവർക്ക് അഡ്വൈസറി റോളുകൾ കൊടുക്കും, നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. ദെൻ പല ബ്യൂറോക്രാറ്റിക് പവേഴ്സും അവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡൽഹിയിലെ പൊല്യൂഷൻ കൂടുന്ന സമയത്ത് അവിടെ പടക്കം പൊട്ടിക്കരുത് എന്നുള്ളൊരു നിയമം ഇവര് ആർക്ക് സജസ്റ്റ് ചെയ്യും? ഇവര് സ്റ്റേറ്റ് ഗവൺമെന്റിന് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് സജസ്റ്റ് ചെയ്യും. ഈ നിർദ്ദേശമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് ഒരു ആക്ടായി അല്ലെങ്കിൽ ഒരു നിയമമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിട്ട് ആരിറക്കും? സെൻട്രൽ ഗവൺമെന്റ് ഇറക്കും. സോ അങ്ങനെ ഒരു അഡ്വൈസറി റോളും ഇവര് നടത്തുന്നുണ്ട്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഏത് ആക്ടിന്റെ കീഴിൽ? വാട്ടർ ആക്ട്. ഏത് വർഷം? 1974. ഓക്കെ, ഇതാണ് സെൻട്രൽ പൊല്യൂഷൻ ബോർഡിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, നോയിസ് കൺട്രോൾ ചെയ്യുക, നോയിസ് പൊല്യൂഷൻ. ഇതിൽ രണ്ടിലും ഡിഫറെന്റ് പൊല്യൂഷൻസ് വരും കേട്ടോ. ഇപ്പോൾ എയർ ക്വാളിറ്റി ആണെങ്കിലും വാട്ടർ ക്വാളിറ്റി ആണെങ്കിലും ഡിഫറെന്റ് പൊല്യൂഷൻസ് വരും. സൾഫർ പൊല്യൂഷൻ, നൈട്രേറ്റ് പൊല്യൂഷൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ ഇത് വരും. അതിൽ നിന്നോ? ഇല്ല. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാനായിട്ടും ഇവർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, തത്വങ്ങൾ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങളിൽ ഒന്നാണ് എന്ത്? നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ്. എന്താണ് ഈ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നാഷണൽ എയർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചില കെമിക്കലുകൾ അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ സാധനങ്ങളെ ഇവർ അനലൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ഇതിന്റെ തോത് അന്തരീക്ഷത്തിൽ എത്രയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു ഇൻഡെക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അതായത് എയറിലുള്ള ഡിഫറെന്റ് പാർട്ടിക്കിൾസിനെ ഇവർ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ എന്ത് മെഷർ ചെയ്യും? അതിന്റെ തോത് മെഷർ ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനെ ഒരു ഇൻഡെക്സ് ആക്കും. ഓക്കെ, അങ്ങനെ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഓക്കെ, ഇവര് ക്രിയേറ്റ് ചെയ്യുന്ന ഈ എന്തൊക്കെ എലമെന്റ്സിനെയാണ് ഇവർ മോണിറ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം. 8 എലമെന്റ്സിനെയാണ് ഇവർ മോണിറ്റർ ചെയ്യുന്നത്. ഏത്? ഈ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ 8 എലമെന്റ്സിനെയാണ് ഇവർ മോണിറ്റർ ചെയ്യുന്നത്. ഈ 8 ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം.
അതായത് ഫസ്റ്റ് പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, PM 2.5, PM 10. ഓക്കെ, ഞാൻ പറഞ്ഞു PM 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്ന, അതായത് ഉള്ളിലേക്ക് കയറി പോവുകയും ഹെൽത്ത് എഫക്ട് ക്യാൻ പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു ദ ലങ്സ് ആൻഡ് ബ്ലഡ് സ്ട്രീംസ്, ലങ്സിലേക്ക് പോവുകയും അതുവഴി ബ്ലഡ് സ്ട്രീമിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യുന്ന മാറ്റേഴ്സിനെയാണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 എന്ന് പറയുന്നത്. പെർട്ടിക്കുലേറ്റ് മാറ്റർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൊടിത്തരികൾ ഉണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിൽക്കുകയാണ്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ സിമന്റുകൾ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സിമന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സിമന്റ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന ഒരു പുകയൊക്കെ ഇല്ലേ, അത് ശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? ശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു സഫോക്കേഷൻ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോ അങ്ങനെയുള്ള മാറ്ററുകളെയാണ് പെർട്ടിക്കുലർ മാറ്റർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, മനസ്സിലായോ? 10 മൈക്രോമീറ്ററിൽ താഴെ വരെയുള്ള മാറ്റേഴ്സിനെയാണ് പെർട്ടിക്കുലർ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സാധനം, ഇപ്പൊ നിങ്ങൾ അരി പൊടിച്ചു, അരി ഉണ്ടല്ലോ, അരിമണികൾ പൊടിച്ചു. അരിമണികൾ പൊടിക്കുമ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളാവില്ലേ, അത് വീണ്ടും പൊടിച്ചു. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പാർട്ടിക്കിളായി പോകുന്നതിനെയാണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. മാറ്ററിന്റെ 10ാമത്തെ ഫോം, അതായത് 10 മൈക്രോമീറ്റർ വരെയുള്ള ഫോമിനെയാണ് പെർട്ടിക്കുലർ മാറ്റർ 10 എന്ന് പറയുന്നത്. ഒരു മാറ്ററിന്റെ 2.5 മൈക്രോമീറ്റർ വരെയുള്ള അളവിനെയാണ് എന്ത് പറയുന്നത്? പെർട്ടിക്കുലർ മാറ്റർ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മളുടെ ഒരു മുടിനാരുണ്ടല്ലോ, മുടിനാരിനേക്കാളും ചെറുതായിരിക്കും. ഇത് നമുക്ക് എന്ത് പറ്റും? ഈ പെർട്ടിക്കുലർ മാറ്റർ 2.5 നമ്മളുടെ ഉള്ളിലേക്ക് ശ്വസിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് സ്ട്രീമിലേക്ക് വരെ എത്താനായിട്ട് സാധ്യതയുണ്ട്. അത്രയും ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പെർട്ടിക്കുലർ മാറ്റർ 2.5. അത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഒരു കാര്യമാണ്. സോ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും? പെർട്ടിക്കുലർ മാറ്റർ 10നെയും പെർട്ടിക്കുലർ മാറ്റർ 2.5നെയും ഇവർ അനലൈസ് ചെയ്യും. അതുകൊണ്ട് തീർത്തിയോ? ഇല്ല, ഞാൻ പറഞ്ഞു 8 കാര്യങ്ങളുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? നൈട്രജൻ ഡയോക്സൈഡ്. കൂടുതൽ പറയണ്ടല്ലോ, വെഹിക്കിൾ എമിഷനിൽ കൂടെയാണ് വരുന്നത് നൈട്രജൻ ഡയോക്സൈഡ്. ദെൻ സൾഫർ ഡയോക്സൈഡ്, നമ്മളുടെ സൾഫർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം. ദെൻ കാർബൺ മോണോക്സൈഡ്. കാർബൺ എന്തോക്സൈഡ് ആണ്? മോണോക്സൈഡ്. ഓക്കെ. ദെൻ ഓസോൺ അല്ലെങ്കിൽ O3 എന്ന് പറയും. ദെൻ അമോണിയ ആൻഡ് ലെഡ്. ഇങ്ങനെ 8 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഒന്നും കൂടി ഓർത്ത് എന്തൊക്കെയാണ്? പെർട്ടിക്കുലർ മാറ്ററിൽ 2 എണ്ണം. ഏതൊക്കെയാണ്? പെർട്ടിക്കുലർ മാറ്റർ 10ഉം പെർട്ടിക്കുലർ മാറ്റർ 2.5. ദെൻ നമ്മുടെ മേജർ പൊല്യൂഷൻ ആയിട്ടുള്ള സാധനങ്ങൾ, ഫോസിൽ ഫ്യൂവൽസ് നിന്ന് വരുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും. ദെൻ കാർബൺ മോണോക്സൈഡ്. കൃത്യമായിട്ട് ഓർക്കുക, കാർബൺ മോണോക്സൈഡ് ആണ്. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. അതായത് കാർബൺ ഡയോക്സൈഡിനെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പല സാധനങ്ങൾ കൊടുക്കും. നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ദെൻ അമോണിയ, ദെൻ യൂറിയ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മൾ എന്ത് കേൾക്കുകയും കാർബൺ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ കാർബൺ ഡയോക്സൈഡ് പോയി കുത്തും. ഉത്തരം തെറ്റും, 2 മാർക്ക് പോകും. ഓക്കെ, 2 മാർക്കല്ല, 1/3 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കാർബൺ മോണോക്സൈഡ് ആണ്. ദെൻ മെറ്റലിന്റെ രീതിയിൽ ഏതൊക്കെയാണ്? അമോണിയയെയും ലെഡിനെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമാണോ? ഓസോണിനെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8 കാര്യങ്ങൾ. 2 പെർട്ടിക്കുലർ മാറ്ററും 2 മെയിൻ പൊല്യൂട്ടിംഗ് സംഭവങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജനും സൾഫർ ഡയോക്സൈഡും. ദെൻ ലെഡിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റലിൽ നിന്ന് ലെഡിനെയും അമോണിയയെയും ഓസോണിനെയും. പിന്നെ വിട്ടുപോയത് കാർബൺ മോണോക്സൈഡ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ഈ 8 കാര്യങ്ങളെയും മോണിറ്റർ ചെയ്യുന്നതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സിലൂടെ. ഓക്കെ, അപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഈ ദീപാവലിക്ക് ശേഷം ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400 കടന്നു എന്നെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ കേട്ടിട്ടുണ്ടാവും. ഏതില്? വാർത്തകളിൽ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ 8 പെർട്ടിക്കുലർ മാറ്റർ ആണ് അവർ 8 പെർട്ടിക്കുലർ മാറ്റർ അല്ല, ഈ 8 എലമെന്റുകളാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഏതൊക്കെ? പെർട്ടിക്കുലർ മാറ്റർ 2.5, പെർട്ടിക്കുലർ മാറ്റർ 10, ദെൻ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോ ഓക്സൈഡ്. അതുകൂടാണ്ട് ഏതൊക്കെയുണ്ട്? മെറ്റലിന്റെ ഭാഗത്തു നിന്ന് ലെഡ് ഉണ്ട്, പിന്നെ അമോണിയ ഉണ്ട്, NH3. പിന്നെ വേറെ എന്തുണ്ട്? പിന്നെ അമോണിയ കൂടാണ്ട് നമ്മളുടെ ഓസോൺ O3 എന്ന് പറയുന്ന കാര്യം കൂടി ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. സോ നമ്മളുടെ സ്ഥലത്തുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് 0 മുതൽ 50 വരെയാണെങ്കിൽ എന്താണ്? നല്ല എയർ ആണ്, ശുദ്ധവായു. നമുക്ക് വലിച്ചെടുക്കാം ഉള്ളിലേക്ക്. ദെൻ 400 കടന്നു കഴിഞ്ഞാലോ ശ്വസിക്കാൻ പോലും പോകരുത്, പണി കിട്ടും. ഓക്കെ, അപ്പൊ ഡൽഹിയിൽ നിങ്ങൾ IPS ഓഫീസർ ആയിട്ട്, IAS ഓഫീസർ ആയിട്ട് നിങ്ങൾ ഡൽഹിയിൽ പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും?
ഞാൻ അങ്ങോട്ട് വരില്ല. അവിടെ 400 മേലെയാണ് എന്തുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉള്ളത്. ഇപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 1973-74 പ്രഖ്യാപിച്ച ആക്ടിന്റെ കീഴിൽ വരുന്ന സെൻട്രൽ എയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉൽപ്പാദിപ്പിക്കുന്ന എന്തുണ്ട്? നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉണ്ട്. അതിലെന്താ പറയുന്നത്? 400-500 ഇടയിലാണെങ്കിൽ ശ്വസിക്കാൻ പോലും പോകരുത്, സീരിയസ് ഹെൽത്ത് ഇമ്പാക്ട് ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പണി പോകാം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ വരുന്ന 8 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ ക്വാളിറ്റി എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഏറ്റവും കുറവാണെങ്കിൽ, അതായത് 0 to 50 ഉള്ളിലാണെങ്കിൽ നല്ലതാണ്, 51-നും 100-നും ഇടയിലാണെങ്കിൽ സാറ്റിസ്ഫാക്ടറി എയർ ക്വാളിറ്റിയാണ്. 400 കടന്നാൽ തീർന്നു. 300-ന് മേലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ ക്വാളിറ്റി വളരെ മോശമാണ് എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ദീപാവലിക്ക് ശേഷം പിറ്റേ ദിവസം പത്രങ്ങളിൽ എന്തായാലും വരുന്ന ഒരു കാര്യമാണ്, ഡൽഹിയിലെ എയർ ക്വാളിറ്റി 400 കടന്നു, എല്ലാവരും മാസ്ക് ഉപയോഗിക്കണം എന്നെല്ലാം പറഞ്ഞ് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എന്ത് പഠിച്ചു? ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ എന്താണെന്ന് പഠിച്ചു, സൾഫർ പൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു. സൾഫർ പൊല്യൂഷൻ പറഞ്ഞപ്പോൾ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആണെന്ന് പഠിച്ചു. അവർ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് എന്താണെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓക്കെ, സോ ദ സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ സെക്യുലറിസം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് എയറിലുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ചർച്ചയിലുള്ള ഒരു വിഷയമാണ് സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്യുലറിസവും ഇന്റഗ്രിറ്റി, അല്ലെങ്കിൽ സോഷ്യലിസം, സെക്യുലറിസം, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വാക്കുകൾ 1942-ലെ മിനി കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 വാക്യങ്ങളാണ്. എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പ്രിയാമ്പിളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അതിനെ ചുറ്റിപ്പറ്റി അത് എടുത്തു മാറ്റണം എന്നുള്ള പുതിയ ഗവൺമെന്റിന്റെ അജണ്ടയും RSS പോലെ പ്രമുഖമായ രാഷ്ട്രീയ ഓർഗനൈസേഷനുകളുടെ ചില നിർദ്ദേശങ്ങളും ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ചർച്ച നമ്മളുടെ മുന്നിലുള്ളത്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. MA ബേബിയുടെ CPIM-ന്റെ കേന്ദ്ര സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയുടെ ഒരു എഡിറ്റോറിയലും അതിനുശേഷം ഡിഫറെന്റ് ആളുകളുടെ എഡിറ്റോറിയലുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെയും പറയുന്നത് സെക്യുലറിസം ഈസ് ഇംപ്ലിസിറ്റ് ഫ്രം ദ ഡേ 1 ആൻഡ് എക്സ്പ്ലിസിറ്റ് ഇൻ 1976. അതായത് ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടമല്ലാത്ത രീതിയിൽ ആ ഡേ 1-ാം തീയതി, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ആയ അന്ന് മുതൽ അത് ഇംപ്ലിസിറ്റ് ആയിട്ടുണ്ട്, അതായത് പ്രകടമല്ലാത്ത രീതിയിൽ സെക്യുലറിസം ഇന്ത്യയിലുണ്ട്. അത് എക്സ്പ്ലിസിറ്റ് ആയെന്ന് പറഞ്ഞാൽ പ്രകടമാകുന്ന രീതിയിൽ എഴുതി വെച്ചത് എന്നാണ് 1976 മുതലാണ് എന്നാണ് ഇദ്ദേഹവും ഈ ഓതറും പെർട്ടിക്കുലർലി പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, എവിടെ തുടങ്ങിയ ഹിസ്റ്ററി പറഞ്ഞേ? 1946 ഡിസംബർ 9-ാം തീയതി എന്ത് സംഭവിച്ചു? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആദ്യമായിട്ട് സമ്മേളനം ചേർന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അവിടെ ഡിസംബർ 13-ാം തീയതി നെഹ്റു ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസാക്കി. എന്തായിരുന്നു ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഉദ്ദേശം? അതായത് ഒരു ലക്ഷ്യപ്രമേയമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയം, വിച്ച് മീൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനു ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ജാനുവരി 22-ന്, അതായത് 1947 ജാനുവരി 22-ന് എന്ത് ചെയ്തു? ലക്ഷ്യപ്രമേയം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ചു. ഓക്കെ, ഈ ലക്ഷ്യപ്രമേയമാണ്, ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ഞാൻ പറഞ്ഞു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാണ് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരോ, അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന് വേണ്ടിയിട്ടോ, ഫോർ എക്സാമ്പിൾ ട്രിനിറ്റിക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നോ, അല്ലെങ്കിൽ ശ്രീരാമന് വേണ്ടിയിട്ടോ, അങ്ങനെ ഒന്നുമല്ല നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic and republic. ഏതൊക്കെ രീതിയിലാണ്? നാം
ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര മതേതരമല്ല മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ആക്കുക. എന്തൊക്കെയാണ്? ഇന്ത്യയെ ഒരു പരമാധികാരമായിട്ടുള്ള ഒരു കൺട്രി ആക്കണം. ദെൻ സ്ഥിതി സമത്വം, സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥിതി സമത്വം, മതനിരപേക്ഷമായിട്ടുള്ള ജനാധിപത്യം ഉൾക്കൊള്ളുന്ന റിപ്പബ്ലിക് ആകുക. ഇങ്ങനെ 5 കാര്യങ്ങളായിരുന്നു നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, ഈ 5 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കും മുന്നോട്ട് പോകുന്നത്. ഇതില് 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യലിസം, സ്ഥിതി സമത്വം, ആൻഡ് സെക്യുലറിസം, മതനിരപേക്ഷത. ഈ 2 കാര്യങ്ങൾ നമ്മൾ എന്നാണ് ആഡ് ചെയ്തത്? 1976 42nd അമെന്റ്മെന്റ് ആക്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ as മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ആരാണ് പാസ്സാക്കിയത്? ഇന്ദിരാഗാന്ധി, നമ്മളുടെ ഇന്ദിരാഗാന്ധിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല്, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് പാസ്സാക്കിയത്. ഓക്കെ, അപ്പൊ ഞാൻ 1947 വരെയുള്ള ചരിത്രം, 1947 മുതലുള്ള ചരിത്രം പറഞ്ഞു. അതിനു മുൻപേ നമ്മൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിളിൽ അതിന്റെ ഒരു ചരിത്രം കൂടി ഒന്ന് ബ്രീഫായിട്ട് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അതായത് 1922 മോഡേൺ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകുന്നു. 1922 എന്ത് സംഭവിച്ചു? നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് റദ്ദ് ചെയ്തു. എന്ത് കാരണം? ചൗരി ചൗര ഇൻസിഡന്റും പല റീസണുകളും കാരണം 1922 നമ്മളുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് റദ്ദ് ചെയ്യുകയാണ്. പിന്നീട് ഒരു വാക്യൂം വന്നു. പിന്നീട് മേജർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വരുന്നത് എപ്പോഴാണ്? 1927 ഓൾ വൈറ്റ് കമ്മീഷൻ, ഓൾസോ നോൺ as സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ്. സൈമൺ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്? അതായത് അതുവരെ നിലനിന്നിരുന്ന ഇന്ത്യൻ നിയമങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് അതിന് എന്തെങ്കിലും ചേഞ്ചസ് പോസിബിൾ ആണോ, അല്ലെങ്കിൽ ചേഞ്ചസ് എന്തെങ്കിലും വേണമോ എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒരു നിർദ്ദേശം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സജഷൻസ്, ഒരു അഡ്വൈസ് ചെയ്യാനായിട്ട്, ഇനി വരുന്ന നിയമങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് സജസ്റ്റ് ചെയ്യാനായിട്ടാണ് ആര് വന്നത്? സൈമൺ കമ്മീഷൻ വന്നത്. നമ്മൾ സൈമൺ കമ്മീഷനെ എതിർത്തു. കാരണം എന്താണ്? ഇറ്റ്സ് ആൻ ഓൾ വൈറ്റ് കമ്മീഷൻ, ഓൾ ഇന്ത്യ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ നമ്മൾ എതിർത്തു. അല്ലെങ്കിൽ സൈമൺ കമ്മീഷനെ നമ്മൾ കയ്യും നഖവും ഉയർത്തിക്കൊണ്ട് അതിനെ എതിർത്തു. ലാലാ ലജ്പത് റായിക്ക് അടികൊണ്ടു. ലാലാ ലജ്പത് റായ് അവിടെ വെച്ച് മരിക്കുന്നു. ഓക്കെ, അപ്പോ ഇന്ത്യയിലെ സൈമൺ കമ്മീഷനെ നിലത്ത് നിർത്താനായിട്ട് സമയം കിട്ടിയിട്ടില്ല. കാരണം എവിടെ പോയി കഴിഞ്ഞാൽ എതിർക്കുകയാണ്. അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ആരായിരുന്നു? ലോർഡ് ബർക്കിൻ ഹെഡ് ആയിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയല്ല, വൈസ്രോയ് ആയിരുന്നത് ആരായിരുന്നു? ലോർഡ് ബർക്കിൻ ഹെഡ് ആയിരുന്നു. ബർക്കിൻ ഹെഡ് എന്ത് പറഞ്ഞു? ബർക്കിൻ ഹെഡ് പറഞ്ഞു, നിങ്ങൾ ഈ സൈമൺ കമ്മീഷൻ എതിർക്കുന്നുണ്ടല്ലോ, എങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്ക്. എന്തുണ്ടാക്ക്? നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അങ്ങോട്ട് ഉണ്ടാക്ക്. ആരോട് പറഞ്ഞു? ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞു, കോൺഗ്രസിനോട് പറഞ്ഞു, ഇവിടെ സാധാരണക്കാരോട് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ സൈമൺ കമ്മീഷനെ അങ്ങോട്ട് എതിർക്കുകയല്ലേ, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കാണിക്കുക. കോൺഗ്രസ് അത് ഏറ്റെടുത്തു. അതായത് കോൺഗ്രസ് പറഞ്ഞു, നമ്മളോട് ഉണ്ടാക്കാനല്ലേ പറയുന്നത്, നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കാം. എന്നിട്ട് അവര് എല്ലാ പാർട്ടി മെമ്പേഴ്സിനെയും വിളിച്ചു കൂട്ടി. സ്വന്തം കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങളെ മാത്രമല്ല, ഹിന്ദു മഹാസഭ, ആ സമയത്ത് മേജർ ആയിട്ടുണ്ടായിരുന്ന എല്ലാ പാർട്ടീസിനെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം. ബർക്കിൻ ഹെഡ് ഇത്ര വെല്ലുവിളിച്ചല്ലേ നമ്മളോട്, എങ്കിൽ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം. അതിന്റെ ഹെഡായിട്ട് മോത്തിലാൽ നെഹ്റു ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് മോത്തിലാൽ നെഹ്റുവിന്റെ നെഹ്റു റിപ്പോർട്ട് ആദ്യമായിട്ട് വരുന്നത്. എന്നാണ് വരുന്നത്? 1928 വരെയാണ് നെഹ്റു റിപ്പോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിലും എന്ത് പറയുന്നുണ്ട്? ഇന്ത്യയിലെ സെക്യുലറിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. സെക്യുലറിസത്തെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? അതായത് ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി ആണ് എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ഇന്ത്യക്ക് ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിലീജിയൻ ഉണ്ടാവില്ല എന്ന് തുടങ്ങി പറയുന്നുണ്ട്. 1928 മുതൽ, അതായത് നെഹ്റു റിപ്പോർട്ടിന്റെ കാലം മുതൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ആർട്ടിക്കിളിൽ പറഞ്ഞു 1947 വരെയുള്ള ചരിത്രം. അതിനു മുന്നേ ഉള്ള ചരിത്രം ഞാനിപ്പോ പറയാണ്. നെഹ്റു റിപ്പോർട്ട് മുതൽ സിവിൽ സർവീസ് പ്രിലിംസ് മെയിൻസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിരുന്നു, ഒരു വർഷത്തെ ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നെഹ്റു റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? ഓക്കെ, സോ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും, ഓൾമോസ്റ്റ് അഡൾട്ട് ഫ്രാഞ്ചൈസി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നെഹ്റു റിപ്പോർട്ടിൽ
നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മോത്തിലാൽ നെഹ്റു അടങ്ങുന്ന നെഹ്റു റിപ്പോർട്ടിൽ അന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നെഹ്റു റിപ്പോർട്ടിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ചു. അതിലെങ്ങനെയാണ് സെക്യുലറിസം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പഠിച്ചു. ദെൻ വേറെ എവിടെയൊക്കെയാണ് നമ്മുടെ സെക്യുലറിസത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സെക്യുലറിസത്തെ ഒരു പോസിറ്റീവ് സെക്യുലറിസം എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അതായത് വെസ്റ്റേൺ സെക്യുലറിസവുമായിട്ട് ഇന്ത്യയുടെ സെക്യുലറിസം ഡിഫറന്റ് ആണ്. എന്താണ് ആ ഡിഫറൻസിന് കാരണം? അതായത് ഫോർ എക്സാമ്പിൾ ഫ്രാൻസിന്റെ സെക്യുലറിസം നിങ്ങൾ എടുക്കുകയാണ്. ഫ്രാൻസിന്റെ സെക്യുലറിസം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് പെർട്ടിക്കുലർലി ഒരു റിലീജിയൻ ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമല്ല, അവിടെ റിലീജിയൻ ഒരു പ്രൈവറ്റ് മാറ്റർ ആണ്. അതായത് സ്റ്റേറ്റ് ഒന്നിനും സ്പോൺസർ ചെയ്യില്ല. റിലീജിയനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും സ്പോൺസർ ചെയ്യുകയില്ല. മനസ്സിലായോ? സ്റ്റേറ്റിന്റെ ഒരു സ്ഥലത്തിലും റിലീജിയൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും പാടില്ല. അത് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് മാറ്റർ ആണ്. റിലീജിയൻ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് മാറ്റർ മാത്രമാണ്. അതിനെ അങ്ങനെ കണക്കാക്കുക എന്നുള്ളതാണ് ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ സെക്യുലറിസ്റ്റ് കൺട്രിയുടെ ഒരു പ്രത്യേകത. യൂറോപ്യൻ സെക്യുലറിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് അതൊരു പ്രൈവറ്റ് സെക്യുലറിസം ആണ്. അതായത് റിലീജിയൻ ഇസ് എ പ്രൈവറ്റ് അഫെയർ. നിങ്ങളുടെ വീട്ടിൽ വെക്കുക, അതും എടുത്തുകൊണ്ട് പൊതുസ്ഥലങ്ങളിലേക്ക് വരണ്ട. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പൊതുസ്ഥലങ്ങളിലേക്ക് വരണ്ട. പക്ഷെ ഇന്ത്യയുടെ സെക്യുലറിസം അങ്ങനെയല്ല. നിങ്ങൾ ഒരു പുസ്തകം നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തേക്കാം. അതായത് അമർത്യ സെന്നിന്റെ ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ ഈ പോസിറ്റീവ് സെക്യുലറിസത്തെയും നെഗറ്റീവ് സെക്യുലറിസത്തെയും കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സർക്കിളിനുള്ളിലെ കേന്ദ്ര ബിന്ദുവാണ്. അതായത് സർക്കിളിന് ചുറ്റും ഒരുപാട് റിലീജിയനുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ എല്ലാത്തിനും ആയിട്ടും എല്ലാ റിലീജിയനുകളുമായിട്ടും ഇന്ത്യക്ക് ഈക്വൽ ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരുന്ന ഒരു സ്ഥലം എപ്പോഴാണ്? സർക്കിളിന്റെ സെന്റർ പോയിന്റ് ആണ്. അതായത് ചുറ്റുമുള്ള റേഡിയസുമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസ് എടുക്കുന്ന സ്ഥലം ഏതാണ്? സർക്കിളിന്റെ സെന്റർ ആണ്. അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റേറ്റ് എപ്പോഴും ഈ റിലീജിയനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും. അതാണ് ഇന്ത്യൻ റിലീജിയന്റെ ഒരു പോസിറ്റീവ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ റിലീജിയനുമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസ് എടുത്തു കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ പെടാതിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? സോ യൂറോപ്യൻ സെക്യുലറിസവുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്? അതൊരു നെഗറ്റീവ് സെക്യുലറിസമാണ്. അല്ലെങ്കിൽ റിലീജിയൻ ഒരു പ്രൈവറ്റ് മാറ്റർ ആണ്. അവിടെ പൊതുസ്ഥലങ്ങളിൽ റിലീജിയനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഫിക്സ് ചെയ്യാനായിട്ട് പാടില്ല, ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായോ? അതവിടെ ഒരു ക്രൈം തന്നെയാണ്. പക്ഷെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാലോ, ഇന്ത്യയിലെ പ്രധാനമന്ത്രി പോയിട്ട് നമുക്ക് ഇത് ചെയ്യാം, നമ്മളുടെ അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാം, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇഫ്താർ വിരുന്ന് പിടിക്കാം, കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ പള്ളിയിൽ പോകാം, ഒരു കുഴപ്പമില്ല. പ്രൈവറ്റ് മാറ്ററിൽ പബ്ലിക് ഓഫീസുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥനകൾ ചെല്ലാം, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതെന്താണ്? ഈക്വലി സെക്യുലറിസം ആവുകയാണ്, അല്ലെങ്കിൽ ഈക്വലി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണ് എല്ലാ മതങ്ങളായിട്ടും. സ്റ്റേറ്റ് ഒരു മതത്തെയും സ്പോൺസർ ചെയ്യുന്നില്ല, എന്നാൽ എല്ലാ മതത്തിനും തുല്യമായ പരിഗണനകളും തുല്യമായ അവകാശങ്ങളും സംരക്ഷിച്ചു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായി? ഇതാണ് ഇന്ത്യയുടെ സെക്യുലറിസം. അപ്പൊ ഞാൻ പറഞ്ഞു നെഹ്റുവിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു, നെഹ്റു റിപ്പോർട്ടിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു, അതിനുശേഷം ഇന്ത്യയുടെ ഒരു പോസിറ്റീവ് സെക്യുലറിസത്തെ കുറിച്ചും ഞാൻ പറഞ്ഞു. ദെൻ ഈ സെക്യുലറിസത്തിന്റെ എക്സാമ്പിള് നെഹ്റു റിപ്പോർട്ടിന് മുന്നേ ഉണ്ടായിരുന്നോ? ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരു പെർട്ടിക്കുലർ കാര്യമുണ്ട്. ആരുടെ കാര്യമാണ്? ഇന്ത്യൻ സെക്യുലറിസം അശോകന്റെ കാലം മുതലേ നിൽക്കുന്ന ഒരു കാര്യമാണ്. അശോകൻ ഒരു രാജാവായി കഴിഞ്ഞപ്പോ, അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ആയി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? അദ്ദേഹം ബാക്കിയുള്ള മതങ്ങളെ അടിച്ചമർത്താനായിട്ടുള്ള ഒരു പോളിസി അല്ല ക്രിയേറ്റ് ചെയ്തത്. പകരം എല്ലാ മതങ്ങളേക്കും അവരവരുടേതായ സ്ഥാനങ്ങൾ കൊടുക്കണം, എല്ലാ മതങ്ങളെയും സംരക്ഷിക്കണം എന്ന് ആദ്യമായി പറഞ്ഞ ഒരാള്, ഇന്ത്യൻ റൂളർ ആരാണ്? അശോകനാണ്. അശോകൻ കലിംഗ വാറില് എന്ത് സ്വീകരിച്ചു? ബുദ്ധമതം സ്വീകരിച്ചപ്പോഴും ബുദ്ധമതം മാത്രമല്ല ഇന്ത്യയിൽ വേണ്ടത്, അല്ലെങ്കിൽ അശോക രാജ്യത്ത് വേണ്ടത് ബുദ്ധമതം മാത്രമല്ല, എല്ലാ മതങ്ങളിൽപ്പെട്ടവരും അശോക രാജ്യത്ത് നിലനിൽക്കണം എന്ന് പറഞ്ഞ എംപറർ ആയിരുന്നു അശോകൻ എന്ന് പറയുന്നത്. സോ ആ ഒരു സെക്യുലറിസ്റ്റ് കൾച്ചറാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നാണ് ഈ ഓദർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, പല രാജ്യങ്ങളും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനോട് ഉപമിക്കുന്നത്? അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പവർ ചെയ്യുന്നത് എന്തിലാണ്? ദൈവത്തിലാണ്. ദൈവത്തില് ഈ പവറിനെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത?
ദൈവത്തിന് പവർ, അതായത് ഒരു രാജ്യത്തിന്റെ പവർ ദൈവത്തിന്റെ മേലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? അത് സുപ്രീം ആയിട്ട് മാറും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. നമ്മളെ തിരുവിതാംകൂർ ഭരണാധികാരികൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തു. അതായത് തൃപ്പടിദാനം എന്ന് പറയും. അതായത് രാജാവ് പട്ടാഭിഷേകം ചെയ്യുന്നതിന് മുൻപ് വാൾ ഉയർത്തിക്കൊണ്ട് നമ്മളുടെ പത്മനാഭസ്വാമിയുടെ ദാസനാവും. അതായത് പത്മനാഭദാസനായിട്ടാണ് ഈ രാജാക്കന്മാര് നാട് വാഴുക. അതായത് പത്മനാഭൻ ദാസനായി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? അദ്ദേഹം നിൽക്കുന്നത് ആരുടെ അവതാരമായിട്ടാണ്? ദൈവത്തിന്റെ അവതാരമായിട്ടാണ്. അങ്ങനെയാണ് പല രാജ്യങ്ങളും, ഇപ്പൊ ഖലീഫയാണെങ്കിൽ നമ്മളുടെ ഒട്ടോമൻ എംപയർ നടത്തുന്ന ഖലീഫയാണെങ്കിൽ, അല്ലെങ്കിൽ മതാടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന പല രാജ്യങ്ങളും വാഴുന്നത് ആരാണ്, അല്ലെങ്കിൽ ഭരിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ പ്രതിപുരുഷൻ. ഇന്ത്യയിലേക്ക് വന്നപ്പോ എന്ത് പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? മക്കളെ, ദൈവത്തിന്റെ പ്രതിപുരുഷനൊന്നും ഇവിടെ നടക്കൂല. ഇവിടെ ഡെമോക്രസിയാണ്, സെക്യുലർ ആണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ ഇത് വേണ്ട, എന്ത് വേണ്ട, നമുക്ക് ഈ ദൈവത്തിന്റെ പ്രതിപുരുഷൻ പരിപാടിയില്ല. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ആരാണോ അവര് വോട്ട് ചെയ്യുക, 5 വർഷം മര്യാദയ്ക്ക് ഭരിക്കുക. ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവന്മാര് പറയും ഇറങ്ങടാ പുറത്ത്, പൊക്കോളണം. ദൈവത്തിന്റെ പ്രതിപുരുഷ പരിപാടികൾ ഇവിടെ ഇല്ല. ഇത് ചർച്ചയായിട്ടുണ്ട്. എപ്പോഴാണെന്ന് അറിയാമോ? 1946 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഈ ഒരു വിഷയവും ചർച്ചയായി. എന്താണ് ചർച്ചയായത്? അവിടെ നമ്മളെ HV കമ്മത്ത് പറഞ്ഞു, പ്രിയാമ്പിൾ ഷുഡ് ബിഗിൻ വിത്ത് ഇൻ ദ നെയിം ഓഫ് ഗോഡ്. പ്രിയാമ്പിൾ ദൈവത്തിന്റെ നാമത്തിൽ, അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊന്നും പറഞ്ഞല്ല തുടങ്ങേണ്ടത്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇതൊക്കെ അവിടെ മാറ്റി വെച്ചേക്കൂ, പക്ഷെ ദൈവത്തിന്റെ നാമത്തിൽ തുടങ്ങണം. പക്ഷേ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെജോറിറ്റി ആളുകളും പറഞ്ഞു ദൈവത്തിന്റെ നാമത്തിലൊന്നും അല്ല തുടങ്ങേണ്ടത്. 17 മെജോറിറ്റി വോട്ടിന് ആ ദൈവത്തിന്റെ നാമം അങ്ങോട്ട് മാറ്റിയിട്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നാമത്തിലേക്ക് അവർ കൊടുത്തു, അല്ലെങ്കിൽ തുടങ്ങേണ്ടത് അങ്ങനെയുള്ള രീതിയിലേക്കാണ് എന്ന് നമ്മൾ സെറ്റ് ചെയ്തു. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം മുതലേ സെക്യുലർ ആണ് എന്ന് പറഞ്ഞു വെക്കാനായിട്ട് അദ്ദേഹം കോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സ്. അത് നമുക്ക് പല സന്ദർഭങ്ങളിലും ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റുകൾ നമുക്ക് കോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനുകളെ കുറിച്ച് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ച ആളുകൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്ന രേഖകളാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റുകളിലൂടെ. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണ് 1947 വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നാമത്തിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? 1947 നമ്മളുടെ 1946 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് പ്രിയാമ്പിൾ ആയിട്ട് മാറിയത്. പ്രിയാമ്പിൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗമാണോ? അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കേസാണ്? ബെറുബാരി യൂണിയൻ, ഒന്നാമത്തെ കേസ് ബെറുബാരി യൂണിയൻ 1961 കേസ്. ആ കേസിൽ എന്ത് പറഞ്ഞു? കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ പാർട്ടൊന്നുമല്ല, അത് രണ്ടും സെപ്പറേറ്റ് സാധനങ്ങളാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാം നമ്മൾ പാലിക്കുകയൊന്നും വേണ്ട, കാരണം കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റില് കോൺസ്റ്റിറ്റ്യൂഷൻ കോടതി 1961 ബെറുബാരി യൂണിയനിൽ പറഞ്ഞ കാര്യം റിവൈസ് ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? മക്കളെ, ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, കുട്ടികളെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് തന്നെയാണ് നമ്മളുടെ പ്രിയാമ്പിള്. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് തന്നെയാണ് പ്രിയാമ്പിള്. തുടർന്ന് വരുന്ന LIC കേസിലും ഈ കാര്യം തന്നെ കോടതികൾ റീഅസേർഷൻ ചെയ്തു, അല്ലെങ്കിൽ ഊന്നി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് സംശയം ചോദിക്കട്ടെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണോ അല്ലയോ നമ്മളുടെ പ്രിയാമ്പിള്? കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ്, ഉറപ്പിച്ച് പറയുക. അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് പുറപ്പെടുവിക്കുന്നത്. എന്ത്? പ്രിയാമ്പിള് മാറ്റാനായിട്ട് പോലും. 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42nd അമെന്റ്മെന്റ് ആക്ട് പുറപ്പെടുവിച്ചിട്ടാണ് നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വാക്യങ്ങൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. സോ എന്താണ് ഇദ്ദേഹം പറയുന്നത് റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം? ആദ്യം മുതലേ ഇതിന്റെ സെക്യുലർ ആണ്. MA ബേബി കഴിഞ്ഞ ദിവസം ആർട്ടിക്കിളിൽ പറഞ്ഞത് ഇതാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന തത്വം സെക്യുലറിസം ആണ്. ഈ വാക്യം മാറ്റിക്കഴിഞ്ഞാലും, സെക്യുലറിസം എന്ന് പറഞ്ഞ കാര്യം
പ്രിയാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന തത്വം സെക്യുലറിസം എന്നത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ ആർട്ടിക്കിളിന്റെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നമ്മൾക്ക് ചെറിയൊരു കാര്യം കൂടി നോക്കണം. ഈ അശോകനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കൊന്ന് അശോകനെ കുറിച്ച് നോക്കിക്കൊണ്ടു പോവാം. അശോകനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞേ? അശോകനെ കുറിച്ചിട്ട് അശോകന്റെ 7ാമത്തെ പില്ലർ എഡിക്റ്റില് അല്ലെങ്കിൽ 7ാമത്തെ എഡിക്റ്റില് അദ്ദേഹം റിലീജിയൻസിന്റെ ഉന്നമനത്തിന്, അതായത് ബാക്കിയുള്ള റിലീജിയൻസിന്റെ ഉന്നമനത്തിന് കൂടിയിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു എന്ന് നമ്മുടെ ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പൊ ആരാണ് ഈ അശോകൻ? അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. അശോകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു എംപറർ ആയിരുന്നു അശോകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാണ്? ക്രിസ്തുവിന് മുൻപേ BC 272 മുതൽ BC 232 വരെ ഭരിച്ചിരുന്ന ഒരാളാണ് ഈ അശോകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 273 മുതൽ 232 വരെ മൗര്യൻ എംപയർ എന്ന് പറയുന്ന മൗര്യ സാമ്രാജ്യത്തിന്റെ 3ാമത്തെ അവകാശിയായിരുന്നു നമ്മളുടെ അശോകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അപ്പൊ അശോകൻ ആരാണ്? ക്രിസ്തുവിന് മുന്നേ ജീവിച്ചിരുന്ന ഒരാളാണ്. ഇന്ത്യയിലെ ഒരു വലിയ എംപറർ ആയിരുന്നു. ഓക്കെ, ഏത് കാലഘട്ടം? BC 273 മുതൽ 232 വരെ. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തേ? അദ്ദേഹം ഇന്ത്യയിലെ ഏകദേശ പ്രദേശങ്ങൾ മൊത്തം അദ്ദേഹത്തിന് കീഴിലാക്കി. അതായത് കർണാടക മുതൽ ഹിമാലയം വരെയുള്ള റീജിയൻ ഓൾമോസ്റ്റ് മൗര്യൻ എംപയറിന്റെ കീഴിലായിരുന്നു. മൗര്യൻ എംപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യനാണ് 1ാമത്തെ മൗര്യൻ. അതിനുശേഷം ബിന്ദുസാര വരുന്നു. അതിനുശേഷം വരുന്ന ആളാണ് നമ്മളുടെ അശോകൻ. അശോകൻ എന്ത് ചെയ്തു? പടവെട്ടി ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം വടക്കും തെക്കും പോയി പടവെട്ടി. അദ്ദേഹം അവസാനം യുദ്ധം ചെയ്തു. ആരായിട്ടാണ്? കലിംഗയില് വെച്ച് അവസാനം അദ്ദേഹം യുദ്ധം ചെയ്തു. അതിൽ 1000-ഓളം ആളുകളെ കൊന്നു തള്ളപ്പെട്ടു എന്നൊരു കഥ പറയുന്നുണ്ട്. ചരിത്ര വസ്തുതയാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ 1000-ഓളം ആളുകളെ കൊന്നു കളഞ്ഞു. ആ ഒരു കാഴ്ചയിൽ നിന്ന് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ആരെയും കൊല്ലില്ല. എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. ബുദ്ധനിലായ എവിടെ വെച്ചിട്ട്? കലിംഗ വാറിലൂടെ. ഓക്കെ, അതിനുശേഷം മതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. 6ാം ക്ലാസ് NCERT-യിലെ അവർ പാസ്റ്റ് 1-ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, സോ ഏത് വാറിലൂടെയാണ്? കലിംഗ വാറിലൂടെയാണ്. ദെൻ ഇദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയ കാര്യങ്ങളാണ് ദെൻ പില്ലർ എഡിക്റ്റുകളായിട്ട് അശോകന് ശേഷം മാറുന്നത്. അതായത് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനായിട്ട്, അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ റൂൾസുകൾ എഴുതി വെച്ചതാണ് ഈ പില്ലർ എഡിക്റ്റ്. അന്ന് കല്ലിൽ അവർ എഴുതി വെക്കും. നമ്മൾ ഇന്ന് എന്തിൽ എഴുതി വെക്കും? പുസ്തകത്തിൽ എഴുതി വെക്കും. കാശ് കുറച്ച് കൂടുതലുള്ളവരാണെങ്കിൽ ടാബിൽ എഴുതി വെക്കും, മാക് ബുക്കിൽ എഴുതി വെക്കും. അപ്പൊ നമ്മൾ അതില്ലാത്തത് കൊണ്ട് അന്ന് എന്ത് ചെയ്തു? അന്ന് കല്ലിൽ എഴുതി വെച്ചു. കല്ലിൽ എഴുതി വെച്ചത് 14 എഡിക്റ്റുകളായി, അതായത് 14 നിയമങ്ങൾ അദ്ദേഹം കല്ലുകളിൽ കൊത്തിവെച്ചു. ഓക്കെ, ഈ കല്ലില് കൊത്തിവെച്ചതിനെ പിന്നീട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് പറഞ്ഞു? പിന്നീട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് റോക്ക് എഡിക്റ്റുകൾ എന്ന് പറഞ്ഞു. അതായത് ശിലാരേഖകൾ. റോക്ക് എഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശിലാരേഖകൾ. മേജർ റോക്ക് എഡിക്റ്റും മൈനർ റോക്ക് എഡിക്റ്റുമായിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മേജർ റോക്ക് എഡിക്റ്റ് നമ്മൾ എത്രണ്ണം കണ്ടുപിടിക്കുന്നുണ്ട്? 14 മേജർ റോക്ക് എഡിക്റ്റുകൾ ഉണ്ട്. നമ്മൾ ഇതൊക്കെ ഏൻഷ്യൻ ഇന്ത്യ ക്ലാസ്സുകളിലും ബാക്കിയുള്ള ക്ലാസ്സുകളിലും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ചെറിയൊരു സമയത്ത് ഇത് മൊത്തം പറഞ്ഞു തീർക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ചുരുക്കി ഇതിനെ പറയുന്നത്. അപ്പൊ നമ്മളെ അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനുകൾ ഉണ്ടാവരുത്. അശോകന്റെ കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനുശേഷം എന്താ പറഞ്ഞേ? അതിനുശേഷം പറഞ്ഞു അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കൽപ്പനകള് കല്ലിൽ രേഖപ്പെടുത്തി വെച്ചു. അത് പിന്നീട് നമ്മൾ എന്തായിട്ട് വിളിച്ചു? റോക്ക് എഡിക്റ്റുകൾ എന്ന് വിളിച്ചു. അങ്ങനെ ചെറിയ കല്ലുകളല്ല, എല്ലാ എഡിക്റ്റുകൾ, അതായത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത എല്ലാ എഡിക്റ്റുകളും ഇല്ലാത്ത കല്ലുകളെ നമ്മൾ എന്താ വിളിച്ചേ? മൈനർ റോക്ക് എഡിക്റ്റുകൾ എന്നും. ദെൻ എല്ലാ എഡിക്റ്റുകളും ഉള്ള കല്ലുകളെ നമ്മൾ എന്താ വിളിച്ചേ? മേജർ റോക്ക് എഡിക്റ്റുകൾ എന്നാണ് വിളിച്ചേ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ മേജർലി അതിർത്തികളിൽ നിന്നാണ് ഈ കല്ലുകൾ കിട്ടിയിട്ടുള്ളത്. അതായത് കർണാടക റീജിയൻ, ദെൻ ഖരോഷ്ടി റീജിയൻ, ദെൻ ഇപ്പുറത്ത് ഈസ്റ്റേൺ ഇന്ത്യ, അങ്ങനെ ഡിഫറെന്റ് ഭാഗങ്ങളിൽ നിന്ന്
ഈ കല്ലുകൾ കിട്ടിയിട്ടുണ്ട്, മേജർ റോക്ക് എഡിക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഡിഫറെന്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ എഡിക്റ്റിൽ എന്താ പറയുന്നത്? ഒന്നാമത്തെ എഡിക്റ്റില് അനിമൽ സാക്രിഫൈസിങ് നടത്തരുതെന്ന് പറഞ്ഞു. ദെൻ രണ്ടാമത്തെ എഡിക്റ്റില് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സിന് വേണ്ടിയിട്ടും എന്താ പറയുക മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും റോഡ്സ്, വെൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. ദെൻ റെസ്പെക്ട് ഫോർ പാരന്റ്സ് ഓൾ ലിവിങ് തിങ്സ്, എല്ലാവരെയും ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ എഡിക്റ്റിൽ പറയുകയാണ്. നാലാമത്തെ എഡിക്റ്റിലോ നിങ്ങൾ നോൺ വയലൻസ് ചെയ്യണം, അതായത് വയലൻസിന് വേണ്ടിയിട്ട് പൊട്ടിപ്പുറപ്പെടരുത്. മക്കളെ നിങ്ങൾ ആരെയും കൊല്ലരുത്. ആരാ പറഞ്ഞേ? കലിംഗ വാറിൽ 1000 പേരെ കൊന്ന ആളാ പറഞ്ഞേ. മക്കളെ ഇനി നിങ്ങൾ ആരെയും കൊല്ലരുത് കേട്ടോ. നാലാമത്തെ എഡിറ്റിൽ എന്താ പറഞ്ഞേ? ധമ്മ മഹാമാത്രായ, അതായത് കലിംഗ വാറിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ യുദ്ധങ്ങൾ ചെയ്യില്ല, ഇനി എന്റെ മതം ധർമ്മമാണ്. ധർമ്മത്തെയാണ് ഈ ധമ്മ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഈ ധമ്മ ബുദ്ധമതത്തിലെ ഈ ധർമ്മം പ്രൊക്ലെയിം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനായിട്ട് ക്രിസ്ത്യാനിറ്റിയിലും ഹിന്ദു മതത്തിലും പുരോഹിതന്മാരുള്ള പോലെ അവിടെ ആരുണ്ട്? ധമ്മ മഹാമാത്രാസ് ഉണ്ട്. ധമ്മ മഹാമാത്രാസ്, ധർമ്മ പ്രൊക്ലെയിം ചെയ്യാനായിട്ടുള്ള ആളുകൾ. അവരുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് 5ാമത്തെ പില്ലർ എഡിക്റ്റ്. 6ാമത്തെ പില്ലർ എഡിക്റ്റ് എന്താണ്? ധമ്മ മഹാമാത്രകൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് 6ാമത്തെ പില്ലർ എഡിക്റ്റ്. ദെൻ 7ാമത്തെ പില്ലർ എഡിക്റ്റ്, നമ്മളുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം, അപ്പീൽ ഫോർ ടോളറൻസ് ബിറ്റ്വീൻ ഓൾ സെക്ട്സ്. എല്ലാ സെക്റ്റുകൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും ടോളറൻസ്, അതായത് എല്ലാ വിഭാഗങ്ങളോടും ഐക്യപ്പെട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അതായത് ഒരു മതത്തിന് പ്രത്യേക പരിഗണനയോ ഒരു മതത്തിന് പ്രത്യേക ഇകഴ്ത്തലോ ഇവിടെ ഉണ്ടാവുകയില്ല. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദെൻ ഡിഫറെന്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. 13ാമത്തെ പില്ലർ എഡിക്റ്റിലേക്ക് വരുമ്പോഴും എന്താ പറയുന്നത്? അശോകാസ് ധമ്മാസ് പോളിസിനെ കുറിച്ചിട്ടാണ്. അവിടെയാണ് കലിംഗ വാറിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. കലിംഗ വാറിന് ശേഷം നമ്മൾ ഇനി ധമ്മഘോഷയാണ്, അതായത് ബഹിർഘോഷയിൽ നിന്ന് മാറി ധമ്മഘോഷയാണ് ഇനി നമ്മൾ പ്രൊക്ലെയിം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ചെയ്യുന്നതാണ് ഈ മേജർ എഡിക്റ്റുകൾ. എത്ര മേജർ എഡിക്റ്റുകൾ ഉണ്ട്? 14 മേജർ എഡിക്റ്റുകളുണ്ട്. എന്താണ് ഈ എഡിക്റ്റുകളുടെ ഉദ്ദേശം? അതായത് ജനങ്ങളെ അവബോധവാന്മാരാക്കുക, ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ എവിടെ ഇത് കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്നത്? രാജ്യത്തിന്റെ പല പല ഭാഗങ്ങളിലും കൊണ്ടുപോയി ഫിക്സ് ചെയ്തു. ഇതില് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ നിർദ്ദേശങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. അതിനെയാണ് മേജർ എഡിക്റ്റുകൾ എന്ന് പറയുന്നത്. അതില് 14 മേജർ എഡിക്റ്റുകളുണ്ട്. 14 മേജർ എഡിക്റ്റുകളുണ്ട്. അതിൽ 7ാമത്തെയാണ് എന്ത്? അപ്പീൽ ഫോർ ടോളറൻസ് ബിറ്റ്വീൻ ഓൾ സെക്ട്സ്. എല്ലാ സെക്റ്റുകളോടും ടോളറൻസോട് കൂടിയിട്ട് പെരുമാറണം. ഓക്കെ. ദെൻ അശോകൻ ഇന്ത്യയിൽ ചെലുത്തിയ സാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസുകൾ എന്തൊക്കെയാണ്? അതായത് നമ്മളുടെ നാഷണൽ എംബ്ലത്തില് അശോകൻ പില്ലേഴ്സിന്റെ ആണ് ഇൻഫ്ലുവൻസ് വന്നിരിക്കുന്നത്. ദെൻ നമ്മളുടെ ദേശീയ പതാകയിൽ നടുക്കത്തെ പറയുന്ന പേരെന്താണ്? അശോക ചക്രം അല്ലെ? അശോക ചക്ര എന്നല്ലേ നമ്മൾ പറയാം. 24 സ്പോക്കുകളുള്ള ഈ അശോക ചക്രത്തെ കുറിച്ച് ചക്രം നമ്മൾ എന്തിൽ നിന്നെടുത്താണ്? അശോകന്റെ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അശോകനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുന്നത്. അശോകൻ ആരായിരുന്നു? അപ്പോൾ രാജ്യം കണ്ട ഏറ്റവും വലിയ എംപറർ ആയിരുന്നു. ദേവാനാം പിയദസി. അശോകൻ എന്ന് പറയുന്ന ഒരു പേര് പലപ്പോഴും പലരും കേട്ടിട്ടില്ല ഹിസ്റ്റോറിയന്മാർ. അശോകൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഈ പില്ലർ എഡിക്റ്റുകളിലും ഈ റോക്ക് എഡിക്റ്റുകളിലും ഒരു പേര് ഇത് സെർച്ച് ചെയ്തു പോയ ആളുകൾ കണ്ടു. ദേവാനാം പിയദസി അശോക. അതിൽ നിന്നാണ് അശോകൻ എന്നൊരു റൂളർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. ഓക്കെ, ഇതിന്റെ ചരിത്രമൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരു 2 ക്ലാസ്സെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തത്ര കഥകൾ അശോകനുമായി ബന്ധപ്പെട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എന്ത് പഠിച്ചത്? റോക്ക് എഡിക്റ്റുകളാണ്. എങ്ങനെയാണ് റോക്ക് എഡിക്റ്റുകൾ? അശോകന്റെ നിർദ്ദേശങ്ങൾ എഴുതി വെച്ച കല്ലുകളായിരുന്നു. അന്ന് പുസ്തകമില്ലാത്തതുകൊണ്ട് നമ്മൾ കല്ലിൽ എഴുതി. 14 മേജർ എഡിക്റ്റുകൾ ഉണ്ട്. ഓക്കെ, മേജർ കല്ലുകളുണ്ട്. എല്ലാ എഡിക്റ്റുകളും എല്ലാ എഡിക്റ്റുകളും രേഖപ്പെടുത്തിയിട്ടുള്ള കല്ലുകളെയാണ് നമ്മൾ മേജർ റോക്ക് എഡിക്റ്റുകൾ എന്ന് പറയുന്നത്. ചില കല്ലുകളിൽ എല്ലാം ഒന്നും എഴുതിയിട്ടുണ്ടാകും, ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം എഴുതിയിട്ടുള്ള കല്ലുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മൈനർ റോക്ക് എഡിക്റ്റുകൾ എന്ന് പറയുന്നത്. മൈനർ റോക്ക് എഡിക്റ്റുകളും ഇന്ത്യയുടെ പല ഭാഗത്ത്, നേപ്പാളിന്റെ പല ഭാഗത്ത്, അങ്ങനെയുള്ള ലുംബിനി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ മൈനർ റോക്ക് എഡിക്റ്റുകളും മേജർ റോക്ക് എഡിക്റ്റുകളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എത്ര മേജർ റോക്ക് എഡിക്റ്റുകൾ ഉണ്ട്? 14 മേജർ റോക്ക് എഡിക്റ്റുകൾ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? അനിമൽ സാക്രിഫൈസ് ചെയ്യരുത്. മക്കളെ, പശുവിനെയും പശുമ്പയെയും നമ്മളുടെ കാളയെയും ഒന്നും കൊല്ലരുത്. നമുക്ക് അത്
പാല് തരുന്നു. അപ്പൊ അതിനെ ഒന്നും കൊല്ലാൻ പാടില്ല. എന്ത് പറയുന്നു? ഫസ്റ്റ് റോക്ക് എഡിക്റ്റ്. ഏഴാമത്തെ റോക്ക് എഡിക്റ്റ് എന്താ പറയുന്നത്? ഏഴാമത്തെ റോക്ക് എഡിക്റ്റ് പറയുന്നു നമ്മൾ എല്ലാ സെക്റ്റിനോടും ഈക്വൽ ടോളറൻസ് ആയിരിക്കണം. അഞ്ചാമത്തെ എന്താ പറയുന്നത്? ധമ്മ മഹാമാത്ര, അതായത് പുരോഹിതന്മാരെ നിയമിക്കുന്നു. പുരോഹിതന്മാർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ആറാമത്തെ റോക്ക് എഡിക്റ്റില്. ദെൻ 13ാമത്തെ റോക്ക് എഡിക്റ്റ് എന്താ പറയുന്നത്? അശോക കലിംഗ വാറിനെ കുറിച്ചിട്ടാണ്. ഇനി മുതൽ നമുക്ക് യുദ്ധങ്ങളില്ല, സമാധാനം മാത്രം, ഫുൾ പീസ്, പീസ് ബ്രോ, ആ സാധനമാണ് പറയുന്നത്. എന്ത്? 13ാമത്തെ. ഓക്കെ, അങ്ങനെ 14 റോക്ക് എഡിക്റ്റുകൾ ഉണ്ട്. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞത്. സെക്കൻഡ് ആർട്ടിക്കിൾ അശോകനെ കുറിച്ചിട്ടായിരുന്നില്ല, പകരം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളിനെ കുറിച്ചിട്ടാണ്. പ്രിയാമ്പിളിന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയ ഒരു കാര്യമാണ് അശോകന്റെ കാലഘട്ടത്തിൽ എന്തുണ്ട്, ഈ പില്ലർ എഡിക്റ്റില്, ഏഴാമത്തെ പില്ലർ എഡിക്റ്റില് നമ്മളുടെ ഈക്വൽ ടോളറൻസ് ടു ഓൾ സെക്ട്സ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അശോകനെ കൂടി ഒന്ന് പഠിച്ചു പോയത്. ഓക്കെ, തേർഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു കാർബൺ ക്രെഡിറ്റ്സ് ആൻഡ് കാർബൺ ട്രേഡിംഗ്, ദെൻ കാർബൺ ഓഫ് സെറ്റിംഗ് എന്ന് പറയുന്ന എക്കോളജി ആൻഡ് എൻവിറോൺമെന്റിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഈ കാർബൺ ക്രെഡിറ്റും കാർബൺ ഓഫ് സെറ്റിംഗ് ഒക്കെ. നമുക്ക് അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചിലപ്പോൾ എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് ഒക്കെ പഠിക്കാത്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അറിയണം എന്നില്ല. കൂടുതൽ സ്റ്റുഡൻസിനും അറിയാമായിരിക്കും, എങ്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് നോക്കിയിട്ട് പോകാം. എന്താണ് ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർബൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് കാർബൺ ക്രെഡിറ്റ്? കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ഒരു കാർബൺ, കാർബൺ മോണോക്സൈഡിലുള്ള കാർബൺ. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്രെഡിറ്റ് ഒരു ഫിനാൻഷ്യൽ ടേം അല്ലേ, അതായത് കടം വാങ്ങുക. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കടം കൊടുക്കുന്ന ആളെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും അക്കൗണ്ടിങ് ടേമിൽ, അല്ലെങ്കിൽ ബികോം ഒക്കെ പഠിച്ചത് ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ കേട്ടിട്ടുണ്ടാവും. കടം കൊടുക്കുന്ന ആള്. കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതായത് ലോകത്ത് പൊല്യൂഷൻ കൂടി വരികയാണ്. പൊല്യൂഷൻ നിയന്ത്രിച്ച് നിർത്തണമല്ലോ നമ്മൾ. ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ആരാണ്? മനുഷ്യന്മാരാണ്. യാതൊരു തർക്കമില്ലല്ലോ, മനുഷ്യന്മാരാണ്. സോ ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബണിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ കാർബണിന്റെ അളവ്, അതായത് ഒരു കൺട്രിക്കും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക്, ഇങ്ങനെ ഡിഫറെന്റ് ലെവലിൽ നമുക്ക് ഈ കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു കൺട്രിയുടെ എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമ്മൾ നിയന്ത്രിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിക്ക് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ലിമിറ്റ് നമ്മൾ വെച്ചു. ഓക്കെ, ആ ലിമിറ്റിൽ കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അതായത് ഈ 1 ടണ്ണിൽ കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങടേക്ക് പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് അതിന് പിഴ ഈടാക്കും എന്നുള്ളൊരു സിസ്റ്റം വെച്ചു. ഓക്കെ, അപ്പോ എല്ലാ രാജ്യങ്ങൾക്കും ഇങ്ങനെ സിസ്റ്റം വെച്ചിരിക്കുകയാണല്ലോ. പാകിസ്ഥാൻ ഉണ്ട് ആ സിസ്റ്റം, ദെൻ ബംഗ്ലാദേശിനുണ്ട്, USA ഉണ്ട്. അങ്ങനെ എല്ലാ രാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരു വർഷം 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ എമിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ ഒരുപാട് ആളുകളുള്ള സ്ഥലമല്ലേ. ഇന്ത്യക്ക് ഒരു വർഷം നോക്കിക്കഴിഞ്ഞപ്പോൾ മോദിജി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, നമ്മൾ കാർബൺ ക്രെഡിറ്റ് വഴി അല്ലെങ്കിൽ നമ്മൾ എന്തോരം കാർബൺ എമിറ്റ് ചെയ്യും, കാർബൺ പുറന്തള്ളും. ഈ മോദിജി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മോദിജിക്ക് മനസ്സിലായി 1 ടണ്ണിൽ ഒന്നും നിൽക്കില്ല മക്കളെ. അപ്പോ എന്ത് സംഭവിച്ചു? നമുക്ക് മിനിമം ഒരു 1.5 ടൺ അല്ലെങ്കിൽ ഒരു 2 ടണ്ണെങ്കിലും കാർബൺ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം തട്ടികുട്ടി ജീവിച്ചു പോകാൻ, അതായത് കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകാൻ 2 ടൺ കാർബൺ എങ്കിലും എമിറ്റ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ അടുത്ത കൺട്രീസിലേക്ക് നമ്മൾ നോക്കി. പാകിസ്ഥാനിൽ എന്താ ചെയ്യുന്നത്? പാകിസ്ഥാനിൽ അവന്മാർക്കും കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. ഭൂട്ടാനിലേക്ക് നമ്മൾ നോക്കി. എല്ലാവരും 1 ടൺ മാത്രമേ എമിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നമ്മളുടെ നിയമം. അപ്പൊ നമ്മൾ നോക്കി വന്നപ്പോ ഭൂട്ടാൻ എന്ന് പറയുന്ന ഒരു ചെറിയ കൺട്രി ആണല്ലോ. ഭൂട്ടാൻ 50%, അതായത് 1/2 ടൺ കാർബൺ മാത്രമേ ഒരു വർഷം എമിറ്റ് ചെയ്യുന്നുള്ളൂ. ഭൂട്ടാൻ നമ്മൾ ഭൂട്ടാനെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ 50% കാർബൺ എമിഷൻ, അതായത് 1 ടൺ അവർക്കും എമിറ്റ് ചെയ്യാം, ഒരു രാജ്യത്തിന് 1 ടൺ എന്നുള്ള രീതിയിൽ അവർക്ക് എമിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഭൂട്ടാനോട് പറഞ്ഞു, ഭൂട്ടാനെ നിങ്ങൾക്ക് എത്രയാണ് 1/2 ടൺ കാർബൺ അല്ലേ നിങ്ങൾക്ക് എമിറ്റ് ചെയ്യാനായിട്ടുള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ മിനിമം 1.5 ടൺ മുതൽ 2 ടൺ വരെ എമിറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ ബാക്കിയുള്ള
ബാക്കിയുള്ള കാർബണിന്റെ അളവുണ്ടല്ലോ, അരട്ടൺ അവർ എമിറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള റിസർവ് ഉള്ള അരട്ടൺ ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ എമിഷൻ ആയിട്ട് കൂട്ടാൻ പറ്റും. അപ്പൊ അവര് പറഞ്ഞു കൂട്ടാം, ഒരു കുഴപ്പമില്ല കൂട്ടാം, പക്ഷേ ഞങ്ങൾക്ക് പൈസ തന്നെ. നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കേണ്ടി വരും. ആ ഒരു സിസ്റ്റത്തെയാണ്, അതായത് നിങ്ങളുടെ കാർബൺ എമിഷൻ കൂടുതലാണെങ്കിൽ കാർബൺ എമിഷൻ കുറവുള്ള കൺട്രീസിന്റെ ബാക്കിയുള്ള സിസ്റ്റം അല്ലെങ്കിൽ ബാലൻസ് ഉള്ള കാർബൺ ക്രെഡിറ്റ് നമ്മൾ പൈസ കൊടുത്തു വാങ്ങും. ഇതിനെയാണ് കാർബൺ ക്രെഡിറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി രാജ്യത്തിന്റെ കേസ് വിടുക. ഒരു ഇൻഡസ്ട്രിയിൽ കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു? അതായത് ഒരു ഇൻഡസ്ട്രിക്ക് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന കാർബണിന്റെ അളവ് നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ്. അവർക്ക് കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യണമെങ്കിൽ, കൂടുതൽ കാർബൺ പുറന്തള്ളണമെങ്കിൽ അവര് കാർബൺ ക്രെഡിറ്റ് വാങ്ങണം, അല്ലെങ്കിൽ കാർബൺ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം. എന്തിന്? പൈസയ്ക്ക്. എന്താണ് അവർക്ക് റിട്ടേൺ കൊടുക്കുക? അവർക്ക് പൈസ കൊടുക്കും. അപ്പോ എന്താ സംഭവിക്കുന്നത്? അതായത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇന്ത്യ, ഭൂട്ടാൻ 1/2 ടൺ കാർബൺ മാത്രമേ പുറന്തള്ളുന്നുള്ളൂ. നമുക്ക് എത്ര ശതമാനം വേണം? 1.5 ടൺ കാർബൺ പുറപ്പെടുവിക്കണം. അപ്പൊ നമ്മൾ ഭൂട്ടാനോട് പറഞ്ഞു, ഭൂട്ടാനെ മക്കളെ, നല്ല കുട്ടിയല്ലേ, നിന്റെ ഒരു 1/2 ടൺ കാർബൺ എമിഷൻ നിനക്ക് ബാക്കിയുണ്ടല്ലോ, അത് ഞങ്ങളുടെ ആയിട്ട് കണക്കാക്കണം, ഞങ്ങൾ പുറന്തള്ളുന്നതായിട്ട് കൂട്ടണം. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പൈസ തരണം. ആർക്കവിടെ ലാഭം? ഭൂട്ടാനാണ്. മനസ്സിലായോ? അവര് എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ എൻവിറോൺമെന്റിലെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവുകയാണ്. ഈ ഫിനാൻഷ്യൽ ഗെയിനെയാണ് ഈ കാർബൺ ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇൻഡസ്ട്രി നടത്തുകയാണ്, നിങ്ങളൊരു കോൾ ഇൻഡസ്ട്രി നടത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു റിഫൈനറി ഇൻഡസ്ട്രി നടത്തുകയാണ്. റിഫൈനറിക്ക് കൃത്യമായിട്ടൊരു അളവുണ്ട്, എത്ര അലോവിംഗ് ലിമിറ്റ് ഉണ്ട്, എത്ര ലിമിറ്റ് ആണ് പുറന്തള്ളുവാനായിട്ടുള്ളത്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് പുറന്തള്ളണമെങ്കിൽ നിങ്ങൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കാർബൺ എമിഷൻ ഉള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് കാർബൺ ക്രെഡിറ്റ് വാങ്ങണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് പുറന്തള്ളാൻ പറ്റുള്ളൂ. ഇതിന്റെ ഉദ്ദേശം എന്താണ്? അതായത് ടോട്ടൽ കാർബൺ എമിഷൻ ലിമിറ്റ് ചെയ്യുക, അതായത് ഗ്ലോബലുള്ള ടോട്ടൽ കാർബൺ എമിഷൻ ലിമിറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ഇമ്പാക്റ്റുകൾ കുറയ്ക്കുന്ന ഇൻഡസ്ട്രീസിന് അത് ഫിനാൻഷ്യൽ ഗെയിൻ കൊടുക്കുകയാണ്. അവർക്കൊരു അധിക വരുമാന മാർഗമല്ലേ. മനസ്സിലായോ? ഇതിനെയാണ് കാർബൺ ക്രെഡിറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ ഹിസ്റ്ററിയിലേക്കൊക്കെ നമുക്ക് പോകാം, എപ്പോഴാണ് നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത് ഒരു ബൈങ് ആൻഡ് സെല്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്, കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇത് ഇതൊരു മാർക്കറ്റ് പോലെയാണ് കാർബൺ ട്രേഡിംഗ്. അതായത് കാർബൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നെക്സ്റ്റ് ഒരു ഫോമാണ്. അതായത് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യ, ഭൂട്ടാനില് എന്തുണ്ട്? 50% അവർ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 50 ടൺ കാർബൺ അവർക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. അതായത് അവരുടെ ലിമിറ്റ് 1 ടണ്ണാണ്, ഭൂട്ടാന്റെ ലിമിറ്റ് 1 ടണ്ണാണ്. അതിൽ 50%, 1/2 ടണ്ണ് മാത്രമേ അവർ സ്വന്തം ഉപയോഗത്തിന് വന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ള 1/2 ടൺ ഇവർക്ക് ഇന്ത്യക്ക് കൊടുക്കാം എന്നല്ലേ പറഞ്ഞേ? ഇന്ത്യ അവർക്ക് പൈസ കൊടുക്കണം. അപ്പോ ചൈന അപ്പുറത്തുണ്ട്. ചൈന പറഞ്ഞു, മകളെ, ഞാൻ ഇന്ത്യ തരുന്നതില്, ഭൂട്ടാനെ മോനെ, ഞാൻ ഇന്ത്യ തരുന്നതിൽ ഒരു 200 രൂപ കൂടുതൽ തരാം. ഫോർ എക്സാമ്പിൾ ആണ്, ഒരു 200 കോടി കൂടുതൽ തരാം, നിങ്ങൾ ആ 1/2 ടൺ നമുക്ക് തരൂ. മനസ്സിലായോ? സോ ഇത് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണോ? സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. അതിനെയാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ ട്രേഡിംഗ്? നിങ്ങൾ എവിടെയാ കേട്ടിട്ടുള്ളത്? ട്രേഡിംഗ്, സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണോ സ്റ്റോക്ക് ട്രേഡിംഗ്? സ്റ്റോക്കിന്റെ വാല്യൂ നിർണ്ണയിക്കുന്നത് എന്താണ്? ഒരു സ്റ്റോക്കിന്റെ വാല്യൂ നിർണ്ണയിക്കുന്നത് മാർക്കറ്റ് പ്രൈസ് ആണ്. എന്താണ് മാർക്കറ്റ് പ്രൈസ്? അതായത് അത് സ്റ്റോക്കിന് മാത്രമല്ല കേട്ടോ, നമ്മളുടെ വരാപ്പുഴ മാർക്കറ്റിലും നമ്മളുടെ എറണാകുളം മാർക്കറ്റിലും പാളയം മാർക്കറ്റിലും ഒക്കെ വാല്യൂ തീരുമാനിക്കുന്നത് മാർക്കറ്റ് പ്രൈസ് ആണ്. ഇന്നലെ മത്തിയുടെ വില അല്ലെങ്കിൽ ചാളയുടെ വില അല്ലെങ്കിൽ ചെമ്മീന്റെ വിലയൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് ആണ്. കൂടുതലുണ്ടെങ്കിൽ പൈസ കുറയും, കുറവാണെങ്കിലോ പൈസ കൂടും. അപ്പോ അത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും സംഭവിക്കുന്നത്, നമ്മളുടെ കാർബൺ ട്രേഡിംഗിലും നടക്കുന്നത്. കാർബൺ ട്രേഡിംഗ് നടക്കുമ്പോൾ എന്ത് പറ്റും? ഈ കൂടുതൽ എൻവിറോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവിറോൺമെന്റ് ലോസ് കീപ്പ് ചെയ്യുന്ന കൺട്രീസിൽ എന്തായിരിക്കും? കാർബൺ ക്രെഡിറ്റ് കൂടുതലായിരിക്കും. അവര് കുറച്ച് കാർബൺ മാത്രമേ പുറന്തള്ളുന്നുണ്ടാവുള്ളൂ, ബാക്കി ഇവര് വിൽക്കുവാനായിട്ട് യൂസ് ചെയ്യും അല്ലെങ്കിൽ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും?
കാർബൺ ക്രെഡിറ്റ് കൂടുതൽ കുറവുള്ള കൺട്രീസ്, അതായത് കാർബൺ കൂടുതലായി പുറന്തള്ളുന്ന ഇന്ത്യയെ പോലെയുള്ള കൺട്രീസ്, ചൈനയെ പോലെയുള്ള കൺട്രീസ്, USA പോലെയുള്ള കൺട്രീസ് ഇത് വാങ്ങിക്കും. സോ ഇവിടെ ഒരു മാർക്കറ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ വില നിർണ്ണയിക്കപ്പെടും. അതിനെയാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ദെൻ വാട്ട് ഈസ് കാർബൺ ഓഫ് സെറ്റിംഗ്? 3 ടേമുകളാണ് ഉള്ളത്. കാർബൺ ഓഫ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാർബൺ ഓഫ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ട്രേഡിംഗ് പോലെയല്ല. അതായത് ഇന്ത്യയിൽ കാർബൺ എമിഷൻ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രീസിൽ നമ്മൾ ഒരു സസ്റ്റൈനബിൾ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് ഇന്ത്യയിലെ കാർബൺ എമിഷൻ, ഫോർ എക്സാമ്പിൾ, അതായത് നമ്മൾ പരിസ്ഥിതി, അതായത് ഡീഫോറസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. അതായത് ഏതെങ്കിലും പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഡീഫോറസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതേ അളവിലുള്ള കാട് നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ അളവിലുള്ള കാട് നമ്മൾ മറ്റെവിടെയെങ്കിലും പ്ലാന്റ് ചെയ്യണം. വേറെ ഏതെങ്കിലും സ്ഥലത്ത് അതേ അളവിൽ, ഇപ്പോൾ 1 ഹെക്ടർ കാട് നശിപ്പിച്ചു, അതേ അളവിലുള്ള 1 ഹെക്ടറിലുള്ള കാട് നമ്മൾ മറ്റെവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം എന്നാണ് നമ്മളുടെ വന നിയമം പറയുന്നത്. അതുപോലെ കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കാർബൺ എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാർബൺ പുറന്തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും സസ്റ്റൈനബിൾ പ്രൊജക്റ്റുകൾ നമ്മൾ എവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം? മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യയിലല്ല വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, UK കാർബൺ എമിഷൻ കൂടുതലാണെങ്കിൽ അവര് എന്ത് ചെയ്യും? അതിന് അനുപാതമായിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ പ്രൊജക്ട് ഇന്ത്യയിലോ മറ്റ് ഏതെങ്കിലും രാജ്യത്തോ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് കാർബൺ ഓഫ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതിന്റെ ഒരു എഫക്റ്റ് ഈക്വലൈസ് ചെയ്തു പോകും. അതിനെയാണ് കാർബൺ ഓഫ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞേ? കാർബൺ ക്രെഡിറ്റ് എന്താണെന്ന് പഠിച്ചു. അതായത് കാർബൺ എമിഷൻ കുറവുള്ള രാജ്യങ്ങൾ അതിനെ വിൽക്കുന്നു. കാർബൺ എമിഷൻ കുറവുള്ള രാജ്യങ്ങൾ അതിനെ വിൽക്കുന്നു. അതിനെയാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ടേമും കാർബൺ എന്ന് പറഞ്ഞ എക്കോളജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ടേമും കൂടി ചേർന്നിട്ടാണ് കാർബൺ നമ്മളുടെ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ടേം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പേരുണ്ടായിരുന്നത്. ദെൻ കാർബൺ ട്രേഡിംഗ് എന്താണ്? ട്രേഡിംഗ് നമ്മൾ എവിടെ കേട്ടിട്ടുള്ളത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ്. അവിടെ എങ്ങനെയാണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ നിർണ്ണയിക്കുന്നത്? അവിടെ മാർക്കറ്റിന്റെ അടിസ്ഥാനമാണ്. അതുപോലെ കാർബൺ ട്രേഡിംഗിലും ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മാർക്കറ്റ് വാല്യൂ നിർണ്ണയിക്കുന്നത് ഇവരുടെ ഡിമാൻഡിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. വാല്യൂ നിർണ്ണയിക്കുന്നത് മാർക്കറ്റാണ്. മാർക്കറ്റിലെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ്. ഓക്കെ, കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഓക്കെ, ഇതുമായി റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ്? നമ്മളുടെ കാർബൺ എമിഷൻ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാൻ പോകരുത്. കാർബൺ ക്രെഡിറ്റിലുള്ള പരിപാടി തീർന്നു. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ കാർബൺ എമിറ്റ് ചെയ്യുന്നത് വളരെ കൂടുതലാണ്. ഇനി മാർക്കറ്റിൽ കാർബൺ ട്രേഡിംഗ് വഴി കാർബൺ ക്രെഡിറ്റ് വാങ്ങാനായിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാർബൺ ഓഫ്സെറ്റിംഗ് നടത്തും. നമ്മൾ പറയും, എന്റെ പൊന്ന് IUCN അല്ലെങ്കിൽ എന്റെ IPCC നമ്മളുടെ കാർബൺ ക്രെഡിറ്റ് ഇപ്രാവശ്യം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തോളാം. ഒരു പെനാലിറ്റി നമ്മൾ അടച്ചോളാം. അതായത് ഇതൊരു പെനാലിറ്റി അടയ്ക്കുകയാണ്. നമ്മൾ പ്രകൃതിക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പെനാലിറ്റി അടയ്ക്കുകയാണ്. പൈസ സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് കാർബൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇതിന്റെ ഒരു ഹിസ്റ്ററി കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ന്യൂസിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ കാർബൺ ക്രെഡിറ്റ്, കാർബൺ ഓഫ്സെറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്ത് വന്നതെന്ന് അറിയാമോ? അത് എക്കോളജിയുടെ ഫുൾ ഹിസ്റ്ററി ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു 2-3 ക്ലാസ്സുകളിലേക്കുള്ളതാണ്. അപ്പോൾ 1972 എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിരിക്കുക. എക്കോളജി ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ അവിടെ ഓർക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ഇത് പഠിച്ചു പോകാനായിട്ടല്ല ഞാൻ പറയുന്നത്. എക്കോളജിയിൽ നിങ്ങൾക്ക് എപ്പോഴാണോ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഇത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. 1972 ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഒരു സംഘടന ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ വന്നു. അതായത് എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഒരു ഉച്ചകോടി വിളിച്ചു. എന്താണ് ആ ഉച്ചകോടിയുടെ പേരെന്ന് അറിയാമോ? യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ഹ്യൂമൻ എൻവിറോൺമെന്റ്. ഹ്യൂമൻ എൻവിറോൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻസിന്റെ ഒരു സമ്മേളനമായിരുന്നു 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, അല്ലെങ്കിൽ ഫേമസ്ലി നോൺ ആസ് ദ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ.
1972 ജൂൺ 5 ജൂൺ 5 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? പരിസ്ഥിതി ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ പരിസ്ഥിതി ദിനത്തിന്റെ തുടക്കം എവിടെയാണ്? 1972 സ്റ്റോക്ക് ഹോം കൺവെൻഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അവിടെ നിന്ന് രാജ്യങ്ങളിലുള്ള എല്ലാ പ്രതിനിധികളും കൂടിയിട്ട് ചർച്ച ചെയ്തു എന്തൊക്കെയാണ് നമ്മൾ എൻവിറോൺമെന്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. സോ എൻവിറോൺമെന്റൽ പൊല്യൂഷനുകളൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അതിന്റെ തുടക്കം വരുന്ന കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു സമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടി. അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഘടനയുണ്ട്, യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം, UNEP എന്ന് പറയുന്ന സംഘടന. 1972 യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം 1972 രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷം മറ്റൊരു മേജർ ചേഞ്ച് വരുന്നത്, ഇതിനിടയിൽ പല സംഘടനകളും വന്നു, പക്ഷേ ഒരു ഇമ്പോർട്ടന്റ് ചേഞ്ച് വരുന്നത് 1992 റയോ എർത്ത് സമ്മിറ്റിലാണ്. റയോ എർത്ത് സമ്മിറ്റ് എവിടെയാണ്? റയോ, ബ്രസീലിലാണ്. ബ്രസീലിലെ റയോ ഡി ജനീറ എന്ന് പറയുന്ന നഗരത്തിൽ നടന്ന റയോ എർത്ത് സമ്മിറ്റിലാണ് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നത്. ഓക്കെ, ഈ സമ്മേളനത്തിലാണ് നമ്മൾ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ നമ്മൾ തുടങ്ങി. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC. UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ദെൻ വേറെ 2 സംഘടനകളും കൂടി, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന 2 സംഘടനകൾ കൂടി, ടോട്ടൽ 3 സംഘടനകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ, അതായത് ആരാണോ പരിസ്ഥിതിയെ മലിനമാക്കുന്നത് അവര് പൈസ അടക്കണം എന്നടക്കമുള്ള പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് 1992 എന്ന് പറയുമ്പോൾ എപ്പോഴാ കാലഘട്ടം? അതായത് 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. 8 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. 21ാം നൂറ്റാണ്ടിലെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ ഒരു അജണ്ട നമ്മൾ പബ്ലിഷ് ചെയ്തു. അതിനെ വിളിക്കുന്ന പേരാണ് അജണ്ട 21. അതായത് 21ാം നൂറ്റാണ്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തു. ഈ കൺവെൻഷനിൽ എവിടെ? റയോ ഡി ജനീറയിൽ നടന്ന റയോ എർത്ത് സമ്മിറ്റ് 1992. ഓക്കെ, 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNCBD ആൻഡ് കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള മറ്റൊരു സംഘടന. ഓക്കെ, അങ്ങനെ 3 സംഘടനകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ അജണ്ട 21 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്തു. ഇടക്കിടക്ക് പല ചോദ്യപേപ്പറിലും കാണുന്നതാണ് അജണ്ട 21 ഈസ് റിലേറ്റഡ് ടു വാട്ട്? റിലേറ്റഡ് ടു റയോ എർത്ത് സമ്മിറ്റ് ഓർ 1992 സമ്മിറ്റ്. ഓക്കെ, അതിനുശേഷം ഈ സംഘടനകൾ ക്രിയേറ്റ് ചെയ്തു. ഈ സംഘടനകളുടെ ഗവൺമെന്റ് ഈ സംഘടനയിൽ ചേരാനായിട്ട് തുടങ്ങി. ഇവര് പല നിർദ്ദേശങ്ങളും വെച്ചു. 1997 ആയപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ വന്നു. ക്യോട്ടോ പ്രോട്ടോകോൾ എന്താ ചെയ്തേ? ഗ്ലോബൽ വാർമിംഗ് തടയുന്നതിന് വേണ്ടിയിട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരമാണ് നമ്മൾ ഈ കാർബൺ എമിഷൻ തടയുവാനായിട്ടുള്ള എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ലെജിസ്ലേഷനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏത് പ്രകാരം? ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം. അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞല്ലോ, UNFCCC എന്ന് നടന്നത് 1992 നടന്നത്. അതിന്റെ ആളുകൾ, അതായത് അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ എല്ലാ വർഷവും മീറ്റിംഗ് കൂടും. ഓക്കെ, അതിനെയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. പത്രങ്ങളിൽ നിങ്ങൾ കാണും, നവംബർ ഒക്കെ ആകുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും. ഓരോ വർഷവും ഇതിന്റെ മീറ്റിങ്ങുകൾ തന്നെ നടന്നുകൊണ്ടിരിക്കും, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ. ഓക്കെ, അങ്ങനെ 1997 ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കൂടിയത് എവിടെയാണ്? ക്യോട്ടോയിലാണ്, ജപ്പാനിലെ ക്യോട്ടോയിലാണ്. ഈ ക്യോട്ടോയിൽ കൂടിയപ്പോൾ അവരുടെ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തേ? ഗ്ലോബൽ വാർമിംഗ് തടയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവര് അവിടെ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ ക്രെഡിറ്റ്. കാർബൺ ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? കാർബൺ എമിഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് കാർബൺ ക്രെഡിറ്റ് മെക്കാനിസം അവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. എന്തിന്റെ പഴയ പേരാണ്? ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി കാർബൺ ഓഫ്സെറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ കൺട്രി ഒരുപാട് കാർബൺ എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കൺട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള
എന്തെങ്കിലും കാര്യങ്ങളിൽ വേറൊരു കൺട്രിയിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? സ്വന്തം കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ എടുത്തിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രിക്ക് വേണ്ടിയിട്ട് ചെലവാക്കണം. എന്ത് കാരണം കൊണ്ട്? അതായത് നിങ്ങൾ എൻവിറോൺമെന്റ് ലോസ് പാലിക്കാത്തത് കൊണ്ട് വേറെ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ എൻവിറോൺമെന്റ് ലോ പാലിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻവിറോൺമെന്റിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. കൂടാതെ ഈ പൈസ നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് പോവുകയുമില്ല. മനസ്സിലായോ? അതാണ് കാർബൺ ഓഫ്സെറ്റിന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, കാർബൺ ഓഫ്സെറ്റ് സ്വന്തം രാജ്യത്ത് തന്നെ നിയമിച്ചാൽ പോരെ, ഈ പ്രൊജക്ട് പൈസ മുടക്കിയാൽ പോരാ. കാരണം അത് ഒരു പണിഷ്മെന്റ് പോലെയാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു അടി കൊടുക്കില്ല. ഇപ്പൊ കൊച്ചുകുട്ടികൾ കുസൃതി കാണിക്കുമ്പോൾ അമ്മമാര് തല്ലുന്ന പോലെ അടി, ഓഫ്സെറ്റ്, അപ്പുറം പോയി നിങ്ങൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തോളണം എന്ന് പറയുന്ന പോലെയാണ് കാർബൺ ഓഫ്സെറ്റ്. മനസ്സിലായോ? സോ അതിന്റെ 1997 പേരെന്തായിരുന്നു? പേരല്ല, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്നുള്ളതായിരുന്നു. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം പെർട്ടിക്കുലർലി നമ്മൾ മേജർ ആയിട്ട് കൊടുത്തിരുന്നത് അന്നത്തെ ഡെവലപ്ഡ് കൺട്രീസിനായിരുന്നു ഇങ്ങനെയുള്ള പ്രൊജക്ടുകൾ വന്നത്. 2015 പാരീസ് എഗ്രിമെന്റിന് ശേഷമാണ് നമ്മൾ എല്ലാ കൺട്രീസിനും ഈ കാർബൺ ഓഫ്സെറ്റ് കൃത്യമാക്കിയിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെക്കാനിസം എന്നുള്ള ഒരു പേരിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ കാർബൺ ഓഫ്സെറ്റിന്റെയും കാർബൺ ക്രെഡിറ്റ് മെക്കാനിസത്തിന്റെയും എല്ലാം ഒരു ഹിസ്റ്ററി വരുന്നത്. കൺഫ്യൂസ്ഡ് ആവരുത്, ഞാൻ വീണ്ടും പറയുന്നു, കേട്ടിരിക്കുക. ഇതെല്ലാം ഇങ്ങനെ ഒരു ചരിത്രം നടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, ഞാൻ ഒന്നും കൂടി ഒന്ന് ബ്രീഫായിട്ട് പറയാം. 1972 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പരിസ്ഥിതിയെ കുറിച്ചിട്ട് ഒരു ബോധമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ഹ്യൂമൻ എൻവിറോൺമെന്റ് ഒരു കൺവെൻഷൻ ക്രിയേറ്റ് ചെയ്തു. സ്റ്റോക്ക്ഹോമിലായിരുന്നു ആ കൺവെൻഷൻ നടന്നത്. അതിന് എന്ത് പേരിട്ടാണ് നമ്മൾ വിളിച്ചത്? സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്ന് പറഞ്ഞു. ജൂൺ 5 പരിസ്ഥിതി ദിനമാകാനായിട്ടുള്ള കാരണം ആ കൺവെൻഷനാണ്. ഓക്കെ, അവിടെ നമ്മൾ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, പുതിയതായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവന്നു. എന്താ ഓർഗനൈസേഷന്റെ പേര്? യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം, UNEP. എല്ലാ എൻവിറോൺമെന്റ് പ്രോഗ്രാമിന്റെയും തലതൊട്ടപ്പനായിട്ട് വരും ഈ UNEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു കോൺഫറൻസ് രൂപീകരിക്കുന്നത് എപ്പോഴാണ്? 1992 92 എന്താ സംഭവിച്ചത്? റയോ ഡി ജനീറിയോയിൽ വെച്ചിട്ട് ഈ മീറ്റിംഗ് നമ്മൾ ഒന്നുകൂടി കൂട്ടി. അവിടെ എന്തായിരുന്നു? അവിടെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഘടനകൾ, UNFCCC, UNCBD ആൻഡ് കോമ്പാക്ട് സർട്ടിഫിക്കേഷൻ, ഇങ്ങനെ 3 സംഘടനകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതുകൂടാണ്ട് 21ാം നൂറ്റാണ്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു അജണ്ട ക്രിയേറ്റ് ചെയ്തു. അജണ്ട 21 എന്ന് പേരിട്ട് വിളിച്ചു. ഓക്കെ, അതിനുശേഷം ഈ UNFCCയുടെ ആളുകൾ ഓരോ വർഷവും മീറ്റിങ്ങുകൾ കൂടാനായിട്ട് തുടങ്ങി. അതിനെന്താ പറയുന്നത്? കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ഈ വർഷവും കൂടുന്നുണ്ട്, കഴിഞ്ഞ വർഷവും കൂടി, അങ്ങനെ ഓരോ വർഷവും കൂടുന്നുണ്ട്. ഓക്കെ, സോ 1997 ക്യോട്ടോയിൽ എത്തിയപ്പോൾ അവരുടെ ഡിസ്കഷന്റെ മെയിൻ ഏരിയ എന്തായിരുന്നു? നമ്മളുടെ ഗ്രീൻ ഹൗസ്, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ട് അവർ കാർബൺ ലിമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് പല മെക്കാനിസങ്ങളും ക്രിയേറ്റ് ചെയ്തു. അതിൽ ഒന്നാണ് കാർബൺ ക്രെഡിറ്റ്. ഓരോ രാജ്യത്തിനും കൃത്യമായിട്ടുള്ള കാർബൺ ക്രെഡിറ്റുകൾ അവർ വീതിച്ച് നൽകി, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാർബൺ എമിഷന് ഒരു ലിമിറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം കൂടുതലുള്ള രാജ്യങ്ങൾക്ക് അത് വെക്കാം, കാർബൺ ട്രേഡിംഗ്. അതിലും കൂടുതലാണ് നിങ്ങളുടെ ഇതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സസ്റ്റൈനബിൾ പ്രൊഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് കാർബൺ ഓഫ്സെറ്റ്. ഓക്കെ, അതാണ് ചരിത്രം. അപ്പൊ നിങ്ങൾ ഇത് 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാർബൺ ട്രേഡിംഗ്, കാർബൺ ഓഫ്സെറ്റ്, ദെൻ പിന്നെന്താണ് കാർബൺ ക്രെഡിറ്റ്. ഇങ്ങനെ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്ത്യയിലെ കാർബൺ ക്രെഡിറ്റിനുള്ള മെക്കാനിസം ഉണ്ട്. അതായത് ഇന്ത്യയിൽ 2008 മുതൽ നമ്മൾ കാർബൺ ക്രെഡിറ്റിനുള്ള മെക്കാനിസം ക്രിയേറ്റ് ചെയ്തു. അതായത് നമ്മളുടെ മെക്കാനിസത്തിന്റെ പേര് പാറ്റ് സ്കീം എന്നായിരുന്നു. PAT, അതായത് പ്ലാൻ, അച്ചീവ് ആൻഡ് ട്രേഡ്. പ്ലാൻ, അച്ചീവ് ആൻഡ് ട്രേഡ് എന്നുള്ളതായിരുന്നു നമ്മുടെ കാർബൺ ക്രെഡിറ്റ് മെക്കാനിസത്തിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഓരോ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടും നമ്മൾ ഈ ടാർഗറ്റുകൾ കൊടുത്തു. UNFCCയിൽ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ എങ്ങനെയാ കൊടുത്തേ? ഓരോ രാജ്യത്തിനുമാണ് ടാർഗറ്റുകൾ കൊടുത്തേ. ഞാൻ പറഞ്ഞു അന്ന് പെർട്ടിക്കുലർലി ഡെവലപ്ഡ് കൺട്രീസിന് വേണ്ടിയിട്ടായിരുന്നു ഈ ടാർഗറ്റുകളൊക്കെ കൊടുത്തേ. അതിനുശേഷം പിന്നീട് 2015 കാലഘട്ടങ്ങളിലായപ്പോഴാണ് എല്ലാ കൺട്രീസിലേക്കും ഇത് എത്തിച്ചേർന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ 2008 ആയപ്പോഴേക്കും നമ്മൾ ഓരോ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടും ഈ കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതിന്റെ ഒരു മോഡലിൽ UNFCCയുടെ ഓരോ നേഷനും കൊടുത്ത മോഡലിൽ നമ്മൾ ഈ കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതാണ് പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ് സ്കീം, ഓർ ഫേമസ്ലി കോൾഡ് പാറ്റ് സ്കീം.
ഓക്കെ, അവിടെ എങ്ങനെയാണ് ഓരോ ഇൻഡസ്ട്രീസിനും ഇതുപോലെ ടാർഗറ്റുകൾ കൊടുത്തു, നിങ്ങൾക്ക് എമിറ്റ് ചെയ്യാനായിട്ടുള്ള ടാർഗറ്റുകൾ കൊടുത്തു. ഓക്കെ, അതിനുശേഷം എക്സസ് ഏതെങ്കിലും ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് എന്ത് വേണം, കാർബൺ ക്രെഡിറ്റ് വേണം, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തു വാങ്ങണം. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല, ഈ റിലയൻസിന്റെ കാർബൺ എമിഷൻ തടയുവാനായിട്ട് ഇവര് അവരുടെ ഇൻഡസ്ട്രിക്ക് ചുറ്റും മാങ്ങകൾ അല്ലെങ്കിൽ മാവുകൾ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുവഴി അവർ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു കഥ ഈ അടുത്ത് എവിടെയോ ഞാൻ വായിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സ്കീമുകളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ കാർബൺ എമിഷൻ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇവർ പൈസ കൊടുത്ത് വാങ്ങണം, എന്ത്, കാർബൺ എമിഷനുള്ള കാർബൺ ക്രെഡിറ്റ് ഇവർ പൈസ കൊടുത്ത് വാങ്ങണം. ഓക്കെ, സോ 2008 പാറ്റ് സ്കീം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തേ, അതിനുശേഷം നമ്മൾ കുറച്ച് നാൾ മുന്നേ മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു, ഇന്ത്യസ് കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീം. ഇങ്ങനെ രണ്ടാമത്തെ സ്കീമിലേക്ക് നമ്മൾ ഇത് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. പാറ്റ് സ്കീമിൽ നിന്ന് ഇന്ത്യസ് കാർബൺ ക്രെഡിറ്റ് സ്കീം CCTS, കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീമിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ 8 ഇൻഡസ്ട്രീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 4 മേജർ ഇൻഡസ്ട്രീസ്, ദെൻ അഡീഷണൽ ആയിട്ട് പിന്നെ നമ്മൾ ഒരു 4 ഇൻഡസ്ട്രീസിനെ കൂടി ആഡ് ചെയ്തു. അങ്ങനെ 8 ഇൻഡസ്ട്രീസ് ആയിട്ട് ഇന്ത്യയുടെ കാർബൺ എമിഷൻ ഇൻഡസ്ട്രീസിനെ നമ്മൾ എന്ത് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു. ഈ 8 ഇൻഡസ്ട്രീസിനും ഇൻഡിവിജ്വൽ ടാർഗറ്റുകൾ കൊടുത്തു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും എക്സാമ്പിളിൽ ഇന്ത്യക്കും ഭൂട്ടാനും 1 ടൺ കാർബൺ മാത്രമേ എമിറ്റ് ചെയ്യാനായിട്ട് കൊടുത്തുള്ളൂ. അതുപോലെ ഇന്ത്യയിലെ ഓരോ ഇൻഡസ്ട്രീസിനും 8 ഇൻഡസ്ട്രീസിനും ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര എമിഷൻ ലിമിറ്റുകൾ നമ്മൾ വെച്ചു. അതിനുശേഷം അതിൽ കൂടുതൽ നിങ്ങൾക്ക് എമിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രീസിൽ കാർബൺ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കണം. ഓക്കെ, കാർബൺ ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ കൊണ്ടുവന്നു. ഓക്കെ, അതാണ് ഈ ഇന്ത്യസ് കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നമ്മളുടെ ന്യൂസിലേക്ക് വരാം. എന്താണ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂസ് കാർബൺ ക്രെഡിറ്റ് ട്രാൻസ്ഫറിംഗ് ട്രേഡിംഗ് സ്കീമിന്റെ ടാർഗറ്റുകൾ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള എന്തെടുക്കും, ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ അനലൈസ് ചെയ്യും. പക്ഷെ ഈ ഓതർ പറയുന്ന ഒരു കാര്യം, ഈ ഓതർ പറയുന്നത് നിങ്ങൾ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് എടുക്കരുത്, അഗ്രിഗേറ്റ് ആയിട്ട് ഇന്ത്യൻ എക്കോണമിയെ മൊത്തമായിട്ട് എടുക്കണം. മനസ്സിലായോ? എന്നിട്ട് അത് കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ കൂടാം കുറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്ന ക്ലോർ ആൽക്കലി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ സിമെന്റ് ഇൻഡസ്ട്രി, അങ്ങനെയുള്ള ചില ഇൻഡസ്ട്രീസ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. എന്തിന്റെ കാര്യത്തിൽ, കാർബൺ എമിഷന്റെ കാര്യത്തിൽ. ചില സമയത്ത് കൂടിയിരിക്കാം, ചില സമയത്ത് കുറഞ്ഞിരിക്കാം. സോ അങ്ങനെ നമ്മൾ റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുവാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ എക്കോണമിയെ എടുക്കണം. ടോട്ടൽ എക്കോണമി എടുത്തിട്ട് എന്ത് ചെയ്യണം, അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അതാണ് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു, കാർബൺ ട്രേഡിംഗ് എന്താണെന്ന് പഠിച്ചു, കാർബൺ ഓഫ്സെറ്റിംഗ് എന്താണെന്ന് പഠിച്ചു, കാർബൺ ക്രെഡിറ്റ് എന്താണെന്ന് പഠിച്ചു. വ്യക്തമായി പഠിച്ചോ? വ്യക്തമായി പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി പറഞ്ഞു. എങ്ങനെ പറഞ്ഞേ, 1972 മുതലുള്ള ഹിസ്റ്ററി ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഓക്കെ, 97 ക്യോട്ടോ പ്രോട്ടോകോൾ, എന്ത് മറന്നാലും ക്യോട്ടോ പ്രോട്ടോകോൾ മറക്കണ്ട, മനസ്സിലായോ? ക്യോട്ടോ പ്രോട്ടോകോളിലാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ് മെക്കാനിസം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, പാറ്റ് സ്കീം എന്തായിരുന്നു? പാറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2008 ഓക്കെ, 2008 ശേഷം നമ്മൾ പുതിയൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു, കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീം, CCTS. ഓക്കെ, ഇങ്ങനെ 2 സ്കീമുകളാണ് ഇപ്പോ ഇന്ത്യയിൽ നിലവിലുള്ളത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫോർത്ത് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു നമ്മളുടെ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷുമായി ബന്ധപ്പെട്ടാണ് ഫോർത്ത് ആർട്ടിക്കിൾ നമ്മൾ പറയുന്നത്. അതായത് അഹമ്മദാബാദ് പ്ലെയിൻ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബ്ലാക്ക് ബോക്സിലുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തു. അതുമായി ബന്ധപ്പെട്ട ഒരു സേഫ്റ്റി സ്വിച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ. സോ നമുക്ക് ഈ ഇന്ത്യൻ ഏവിയേഷന്റെ റെഗുലേറ്റേഴ്സ് ആരൊക്കെയാണ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിപ്പോ.
അതായത് ഇന്ത്യൻ ഏവിയേഷൻ നിയന്ത്രിക്കുന്നത് ആരാണ്? ഏവിയേഷൻ മിനിസ്ട്രിയാണ്. രാജ്മോഹന്റെ നേതൃത്വത്തിലുള്ള നമ്മളുടെ ആരാണ്? ഏവിയേഷൻ മിനിസ്ട്രിയാണ്. ഏവിയേഷൻ മിനിസ്ട്രിയിൽ ആരാണ് ടോപ്പിൽ നിൽക്കുന്നത്? ഏവിയേഷൻ മിനിസ്ട്രിയുടെ മുകളിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് ഫേമസ് ഓർഗനൈസേഷനുകളുണ്ട്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, DGCA. നിങ്ങൾ ഏവിയേഷൻ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എബൌട്ട് എന്ന് പറയുന്ന സെഷനിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 1978 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്ടറേറ്റ് രൂപപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇറ്റ്സ് എൻ അപ്പെക്സ് ബോഡി ഇൻ ദ സിവിൽ ഏവിയേഷൻ. അപ്പെക്സ് ബോഡി ഇൻ ദ സിവിൽ ഏവിയേഷൻ. സിവിൽ ഏവിയേഷന്റെ ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ബോഡിയാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. സെക്യൂരിറ്റി, ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നേതൃത്വം അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ വെക്കാനായിട്ട്, ലൈസൻസുകൾ കൊടുക്കാനായിട്ട്. എന്ത് ലൈസൻസുകൾ കൊടുക്കാനായിട്ട്? പൈലറ്റ് ലൈസൻസുകൾ, എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട്, അതായത് പ്ലെയിനുകൾ, ഹെലികോപ്റ്ററുകളെല്ലാം എഞ്ചിനീയർ ചെയ്യാനായിട്ട്, നിർമ്മിക്കുവാനായിട്ടുള്ള ലൈസൻസുകൾ കൊടുക്കാനായിട്ട്, എയർ ട്രാഫിക് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. ദെൻ വേറെ എന്തിനൊക്കെയാണ്? നമ്മളുടെ എയർപോർട്ടുകൾ ലൈസൻസിങ്ങുകൾ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ്. ഓക്കെ. അതിനുശേഷം ആരാണ്? എയർ അതോറിറ്റി ഓഫ് ഇന്ത്യ, AAI. ഇവരെന്താ ചെയ്യുന്നത്? എയർ, അതായത് ഒരു പ്ലെയിൻ എപ്പോൾ പറക്കണം, എങ്ങനെ പറക്കണം, എങ്ങനെയാണ് എയർ ട്രാഫിക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ് എന്ത്? എയർ അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താണ്? ട്രാഫിക് മാനേജ്മെന്റ് ആൻഡ് സർവീസ് ആണ് അവരുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. ഓക്കെ. ദെൻ AAIB അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് സിവിൽ ഏവിയേഷന്റെ മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എയർക്രാഫ്റ്റ് ആക്സിഡന്റുകൾ നടക്കുമ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട്, അതിൽ നിന്നുള്ള റിസൾട്ടുകൾ ഫോർമലൈറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ വരുന്നത്. മൂന്നാമത്തെ ഒരു വിങ് ഏതാണ്? എയർക്രാഫ്റ്റ് ആക്സിഡന്റൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ്. എനിക്ക് തോന്നുന്നു നെറ്റ് കട്ടായി പോയെന്ന് തോന്നുന്നു ഇടയിൽ. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ്. ഇവര് 2012 ഇങ്ങനെ ഒരു ബ്യൂറോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്താണ്? പേരിൽ തന്നെയുണ്ട്, എയർക്രാഫ്റ്റിന്റെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോ അഹമ്മദാബാദില് പ്ലെയിൻ ആക്സിഡന്റ് നടന്നു. അങ്ങനെ അഹമ്മദാബാദ് എയർപോർട്ടിനെ നമുക്ക് എടുക്കാം. എയർപോർട്ടിന് ലൈസൻസ് കൊടുക്കുന്നത് ആരാണ്? സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ആണ്. അവിടെ അങ്ങനെ ഒരു എയർപോർട്ട് വേണമോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് കൊടുക്കുന്നത് ആരാണ്? സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ആണ്. ആരുടെ നേതൃത്വത്തില്? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ നേതൃത്വത്തില് അവര് ലൈസൻസ് വേണ്ടയോ വേണമോ എന്ന് തീരുമാനിച്ചിട്ട് ലൈസൻസ് കൊടുക്കും. ഓക്കെ. അവിടെ ഒരു വിമാനം പറന്നുയർന്നു കഴിഞ്ഞാൽ അത് എപ്പോ ഉയരണം, എപ്പോ ടേക്ക് ഓഫ് ചെയ്യണം, എപ്പോ ലാൻഡ് ചെയ്യണം, ട്രാഫിക്കുകൾ കൺട്രോൾ ചെയ്യണം, അതാരാണ്? എയർ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ആരാണ്? എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. ഓക്കെ. എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് ഇതിന് ഇൻവെസ്റ്റിഗേഷന് നേതൃത്വം നൽകുന്നത്. ഇവര് റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കും? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സമർപ്പിക്കും. അവര് ഡയറക്ടർ ജനറൽ മിനിസ്ട്രിയിലേക്കും അവിടെ നിന്ന് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിനും പാർലമെന്റിനും സമർപ്പിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇത് കൂടാണ്ട് ഡിഫറെന്റ് ഓർഗനൈസേഷനുകളുണ്ട്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. ഓക്കെ. ഇവരെന്താണ്? ഇവരും പേരിൽ തന്നെയുണ്ട്, സിവിൽ ഏവിയേഷന്റെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട്. ഇത് ലൈക്ക് ഇന്റേണൽ ത്രെഡ്, എഞ്ചിനീയറിംഗ് ത്രെഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എയർപോർട്ടിന് അകത്തുള്ള ത്രെട്ടുകൾ, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ മറ്റൊരു ഓർഗനൈസേഷൻ കൂടിയുണ്ട്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ നേരത്തെ പഠിച്ചത് എയർ അതോറിറ്റി ഓഫ് ഇന്ത്യ. അതുകൂടാണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ദെൻ എക്കോണമിക് കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് മറ്റൊരു ഓർഗനൈസേഷൻ കൂടിയുണ്ട്. ഇങ്ങനെ 5 ഓർഗനൈസേഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. 5 ഓർഗനൈസേഷൻ അല്ല, വേറെ ഓർഗനൈസേഷനുകൾ ഇതിന്റെ കീഴിലുണ്ട്. ഈ സിസ്റ്റം മെക്കാനിസത്തിന് വേണ്ടിയിട്ട് റെയിൽവേ റിലേറ്റഡ് ആയിട്ട് ഓർഗനൈസേഷനുകൾ ഉണ്ട്. ഓക്കെ, മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് പഠിച്ചത്? ഡയറക്ടർ ജനറലിനെ കുറിച്ച് പഠിച്ചു, എയർ അതോറിറ്റിയെ കുറിച്ച് പറഞ്ഞു, ദെൻ ആക്സിഡന്റൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഒരു ബ്യൂറോനെ കുറിച്ച് പഠിച്ചു,
ദെൻ അവസാനം എന്താ പഠിച്ചത്? ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അങ്ങനെ 5 കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചു. ദെൻ അവസാനമായിട്ട് പറയുന്ന ടോപ്പിക് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കറന്റ് നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ആയിട്ടുള്ള എസ് ജയശങ്കർ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരു മിനിസ്റ്റീരിയൽ മീറ്റിംഗിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കണം. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഏഷ്യയിലുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1996 ഈ ഒരു ഓർഗനൈസേഷൻ രൂപപ്പെടുന്നത്. 1996 ഷാങ്ഹായ് 5, അതായത് സെൻട്രൽ ഏഷ്യയുടെ നടുക്ക് ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് പേര് കേൾക്കാത്ത ചില കൺട്രീസ് ഉണ്ട്. ഏതൊക്കെയാണ്? കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് രാജ്യങ്ങൾ ഇവിടെയുണ്ട്. ഓക്കെ, സോ ഈ രാജ്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? ഈ ഷാങ്ഹായ് 5 എന്ന് പറഞ്ഞിട്ട് 1996 രൂപപ്പെടുന്നത്. സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ. അതില് 2001 ഒരു രാജ്യം മാത്രം മാറി നിൽക്കുന്നുണ്ടായിരുന്നു, ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്. ആ രാജ്യത്തെ കൂടി 2001 നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഷാങ്ഹായ് 6, അപ്പൊ ഷാങ്ഹായ് 5 എന്ന് പറഞ്ഞ പേര് മാറ്റണമല്ലോ. അങ്ങനെയാണ് 2001 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിക്കുന്നത്. ഇറ്റ്സ് ആൻ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. എന്താണ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ പ്രത്യേകത? ഗവൺമെന്റ് തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഇന്ത്യ അതിന്റെ ഫൗണ്ടിംഗ് മെമ്പർ ആയിരുന്നു? ഒന്നാമത്തെ ചോദ്യം. ഉത്തരം, ഇന്ത്യ അതിന്റെ ഫൗണ്ടിംഗ് മെമ്പർ ആയിരുന്നില്ല. 2016 ഇന്ത്യ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്നത് എന്നാണ് 2016. ഇന്ത്യയെയും പാകിസ്ഥാനെയും SCOയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് 2016. ദെൻ ഇറാൻ എന്നാണ് ജോയിൻ ചെയ്യുന്നത്? 2021. സോ ഷാങ്ഹായ് ഓർഗനൈസേഷൻ ഈസ് എ 9 മെമ്പർ ഓർഗനൈസേഷൻ. 9 പേരുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. 5 പേര് വെച്ച് തുടങ്ങി. ദെൻ അതിൽ ആര് വന്നു? ഉസ്ബെക്കിസ്ഥാൻ വന്നു എന്ന് 2001. ദെൻ 2016 ആയപ്പോഴേക്കും ആര് വന്നു? ഇന്ത്യ വന്നു. ഇന്ത്യയും പാകിസ്ഥാനും വന്നു. അപ്പൊ 6, 7, 8. 2020 വരെ 8 മെമ്പർ ഓർഗനൈസേഷൻ ആയിരുന്നു. ദെൻ 2021 ഇറാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തു. ഇറാനും സെൻട്രൽ ഏഷ്യയുടെ ഭാഗമായി ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ. ഇറാനും ഇതിലേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, അങ്ങനെ 9 രാജ്യങ്ങളാണ് ഇതിലുള്ളത്. ചൈന, കിർഗിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ. ദെൻ ഒരു രാജ്യം കൂടി, ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ ആരാ വന്നേ? ഇന്ത്യയും പാകിസ്ഥാനും വന്നു. അതിനുശേഷം ഇറാൻ വന്നു. ഇങ്ങനെ 9 രാജ്യങ്ങളാണ് SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ കൂട്ടം കൂടിയിരിക്കുന്നത്? സ്ട്രെങ്തണിങ് മെമ്പർ റിലേഷൻ. ഇന്ത്യ ജോയിൻ ചെയ്യുന്ന ഉദ്ദേശം സെൻട്രൽ ഏഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ വളർത്തുക. നമ്മളുടെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ട്. നമ്മളുടെ ഈ ഇറാനിലെ ടെഹ്റാൻ പോർട്ട് തുടങ്ങി മിഡിൽ ഈസ്റ്റ് ടച്ച് ചെയ്തിട്ട് റഷ്യയിലേക്ക് പോകുന്ന നമ്മളുടെ ഒരു കൊറിഡോർ ഉണ്ട്. അതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, റീജിയണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, ഇന്റർനാഷണൽ ഓർഡേഴ്സിന് വേണ്ടിയിട്ട്, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഷാങ്ഹായ് ഓർഗനൈസേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ടെററിസം കൗണ്ടർ ചെയ്യാനായിട്ട്, എനർജീസിന് വേണ്ടിയിട്ട്. എനർജി എന്ന് പറയുമ്പോൾ ഈ സെൻട്രൽ ഏഷ്യൻ റീജിയനുകളിൽ ഫോസിൽ ഫ്യൂവലും അല്ലെങ്കിൽ മിനറൽസും ഒരുപാട് അടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് ഈ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ പാകിസ്ഥാനെ ഇപ്പോ US സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഷെയിൽ ഗ്യാസിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള റിസർവ് ഇപ്പൊ പാകിസ്ഥാനിലുണ്ട്. അത് മുന്നിൽ കണ്ടിട്ടാണ് നമ്മളെ പാകിസ്ഥാനെ ആര് സപ്പോർട്ട് ചെയ്യുന്നത്? USA. സോ ഇതുപോലെയുള്ള കൺട്രീസുമായിട്ടുള്ള കൊളാബറേഷൻ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള എനർജി കൊളാബറേഷന് വേണ്ടിയിട്ട്, എക്കോണമിക് കോർപ്പറേഷന് വേണ്ടിയിട്ട്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ച്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്, യുറേഷ്യയിലേക്കുള്ള ഒരു കരമാർഗമുള്ള വാതിലാണ് എന്ത്? നമ്മളുടെ ഈ സെൻട്രൽ ഏഷ്യൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ വളരുന്നതോടൊപ്പം സെൻട്രൽ ഏഷ്യ കൂടി വളരണം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ 5 ന്യൂസുകളിലേക്ക് ഇന്ന് പോയി. ഡീറ്റെയിൽ ആയിട്ട് 2 ന്യൂസുകൾ നോക്കി. ഏതൊക്കെയാണ്? എൻവിറോൺമെന്റൽ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടും ദെൻ സൾഫർ ഡൈ ഓക്സൈഡ് റിലേറ്റഡ് ആയിട്ടും 2 ന്യൂസുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ദെൻ സിവിൽ ഏവിയേഷനെ കുറിച്ചിട്ട് നമ്മൾ നോക്കി. ഷാങ്ഹായ് കോർപ്പറേഷനെ കുറിച്ചിട്ട് നോക്കി. പിന്നെ ഒരു ന്യൂസ് എന്താണ്? ഫെഡറലിസം അല്ല, സെക്യുലറിസത്തെ കുറിച്ചിട്ട് നമ്മൾ നോക്കി. ഇതാണ് ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾ. ഓക്കെ, താങ്ക് യു.